ഇനി സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാനുള്ളത്, എന്നെപ്പറ്റി മൂപ്പരിക്കുള്ള അടുത്ത ആരോപണം എന്താ? എന്നിൽ മുനാഫിഖിന്റെ ലക്ഷണം മുഴുവനുണ്ട്. മുനാഫിഖാണ് ഞാൻ. എന്തേ കാരണം? മുനാഫിഖിന്റെ ലക്ഷണങ്ങൾ മുഴുവനും എനിക്കുണ്ട് ഇവര് പറയാണ്. എന്നിട്ട് എന്താണ് മുനാഫിഖിന്റെ ലക്ഷണങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അർബഉൻ മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ ഖാലിസുൻ. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ കൃത്യമായി മുനാഫിഖ് തന്നെ. 4 ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ തന്നെയും അവനിൽ നിഫാഖുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ 4 കാര്യങ്ങളും എണ്ണുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ. ഇദാ തുമിന ഖാന, അവൻ വിശ്വസിച്ചാൽ വഞ്ചിക്കും. വഇദാ ഹദ്ദസ കദബ, സംസാരിച്ചോ കള്ളം പറയും. വഇദാ ആഹദ ഗദറ, വാഗ്ദത്തം കരാർ ചെയ്തോ അവൻ വഞ്ചന നടത്തും. വഇദാ ഖാസമ ഫജറ, പിണങ്ങിയോ തമ്മിൽ തെറ്റിയോ അവൻ തെറി പറയും. ഈ 4 പറഞ്ഞിട്ട് എൻ്റെ പേരിൽ മൂപ്പരാക്ഷേപിക്കുകയാണ് ഓരോന്നും. അതേ അവസരത്തിൽ ആ മുനാഫിഖിന്റെ എല്ലാ ലക്ഷണങ്ങളും ആർക്കാണ് ചേരുക എന്ന് അയാൾ തന്നെ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അതിലൂടെ ഈ ഹദീസ് കൂടി എൻ്റെ സഹോദരന്മാർ പഠിച്ചു വെക്കണം. നിഫാഖ് എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ പാപമാണ്. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. മാത്രമല്ല, വിശ്വാസരംഗത്തും നിഫാഖുണ്ട്, കർമ്മരംഗത്തും നിഫാഖുണ്ട്. വിശ്വാസരംഗത്തുള്ള ഇഅ്തിഖാദിയായ നിഫാഖ് വളരെ ഗുരുതരമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നിശ്ചയമായും മുനാഫിഖീങ്ങൾ, കാപട്യം കൊണ്ട് നടക്കുന്ന കക്ഷികൾ, അവർ നരകത്തിന്റെ അടിയിലെ തട്ടിലാണ്. അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് നിഫാഖ് നമുക്ക് പാടില്ല. അത്രയും രൂക്ഷമായി നമ്മൾ കൃത്യമായി അല്ലാഹുവിന്റെ റസൂലിനാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ദുർഗുണം എന്ന് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്ന നബിയെ സംബന്ധിച്ചിടത്തോളം ആരോപിച്ചുകൊണ്ട് പറയാൻ വേണ്ടി മൂപ്പര് പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലക്ഷണമുണ്ടല്ലോ, മുനാഫിഖിന്റെ അപ്പറഞ്ഞ 4 ലക്ഷണവും ആർക്കാണ് ചേരുക എന്നും എന്തൊക്കെയാണ് മുനാഫിഖിന്റെ ലക്ഷണമെന്നും മൂപ്പരുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നു, ശ്രദ്ധിച്ചോളൂ. മുനാഫിഖിന്റെ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 4 ലക്ഷണം ഉണ്ടെങ്കിൽ എ ക്ലാസ് മുനാഫിഖാണ്. ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق. ഒരു കാര്യമുണ്ടെങ്കിൽ നിഫാഖിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് ഒരു കാര്യമുള്ളവൻ ഹത്താ യദഅഹാ, അവൻ അത് കൈയൊഴിക്കുന്നത് വരെ. ഒന്നാമത്തെ കാര്യം ഇദൈതു മിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നതാണ്. കണ്ടോ, ഒന്നാമത്തെ ലക്ഷണം എന്താണ്? വിശ്വസിച്ചാൽ വഞ്ചിക്കുക. വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഒരാളെ വിശ്വസിച്ചിട്ട് ആ പറഞ്ഞ ആൾക്കാരെ ആ പറഞ്ഞ കേൾപ്പിച്ച കാര്യം ചെയ്യാതെ അവരെ വഞ്ചന നടത്തുക. ഇങ്ങനെ വഞ്ചന നടത്തിയത് ആരാണ് സുഹൃത്തുക്കളെ? ആരാണ് ഇങ്ങനെ വഞ്ചന നടത്തിയത് എന്ന് ഞാൻ അയാളുടെ വാക്കിൽ നിന്ന് തന്നെ കേൾപ്പിക്കാം. അയാൾ ആദ്യം പറഞ്ഞു, എന്ത് ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും, ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല. അതിനുശേഷം പറയുന്നത് എന്താ? എല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയും, ഒന്നും വിട്ടുപോകൂല എന്നാണ് ശേഷം പറയുന്നത്. അപ്പൊ അക്കാര്യം മൂപ്പര് ആളുകളോട് ആദ്യം വാക്ക് കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, വിശ്വസിപ്പിക്കുകയാണ് ആളുകളെ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. കേട്ടോ, അയാളൊക്കെ വിശ്വസിച്ചു. ജനങ്ങള്, ആ കേൾക്കുന്ന ആളുകളൊക്കെ വിശ്വസിച്ചു. നമ്മളെ പറ്റിക്കൂല, എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയും, പറയാതെ പോകൂല എന്നാ വിചാരിച്ചത്. ആ വിശ്വസിച്ച കൗമിനെ ഇയാൾ വഞ്ചിക്കല്ലേ? നമ്മൾ ഇയാളോട് ചോദിച്ചിരുന്നു, എന്ത്? നമ്മൾ ഇയാളോട് കൃത്യമായി ചോദിച്ചിരുന്നു. എന്താ ചോദിച്ചത്? ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് ദിക്ർ ചൊല്ലാൻ കൽപ്പനയുണ്ട്. മുസ്ലിമീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കണേ. നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന് തസ്ബീഹ് പ്രത്യേകം ചൊല്ലണേ, അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ അല്ലാഹു പറഞ്ഞതാണ്. റസൂലുള്ളാഹിയുടെ ഹദീസുകളിലും അഭിഷേകമായ കൽപ്പനകൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഞാനന്ന് വിശദീകരിച്ചപ്പോ നമ്മുടെ ദിക്ർ ചൊല്ലാൻ
ഇല്ലാത്ത കക്ഷികളാണെന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ, വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ ചില ദിക്റുകൾ എന്ന പേരിൽ ചില കോപ്രായങ്ങൾ ചൊല്ലുന്നുണ്ട്. അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ ഉദ്ന ഇല്ലല്ലാഹ്. ഞാൻ ഓരോ വരിയും കൽപ്പിച്ചിരുന്നു. ഇവരുടെ ബീരാൻ ഔലിയപ്പാപ്പ ചൊല്ലിയ ദിക്റ് അല്ലേ, ഇത് ഇറങ്ങിയത് എവിടുന്നാ? പന്താവൂരിന്റെ മാനസിക രോഗാന്ന് പറഞ്ഞ് തട്ടിയിട്ടുണ്ട്. ആ പന്താവൂരിന്റെ മാത്രല്ല, നിങ്ങളുടെ മർക്കസു സഖാഫത്തു സുന്നിയയിൽ നിന്ന് അഥവാ അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പ്രകാശനം ചെയ്ത 366 വക മൗലിദ് കിതാബ് എന്നാ ഞാൻ ചൊല്ലിയത്. എന്ത്? ബീരാൻ ഔലിയപ്പാപ്പ അള്ളഹാനോട് പറയണ ദിക്റെന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക, ലാ നാക്കാന്നൊക്കെ പറയുന്നില്ലേ? ഒരു പൊട്ടൻ ദിക്റ്, പ്രാന്തൻ ദിക്റ് അല്ലേ? എന്നിട്ട് ഈ മൗലൂദ് ചൊല്ലണോന് ബീരാൻ ഔലിയപ്പാപ്പാനെ വിളിച്ചിട്ട് പറയണത് അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്, നീയല്ലയോ ഞങ്ങളെ പഠിപ്പിച്ചു ലാ കണ്ണ ഇല്ലല്ലാഹ്. അല്ലേ? താങ്കളല്ലേ ഞങ്ങളെ ഇത് പഠിപ്പിച്ചത് ലാ കണ്ണ ഇല്ലല്ലാഹ്. അതിന്റെ അറബിയാ ചൊല്ലിയത് അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്. അല്ലേ? നിങ്ങൾ എന്തേ മറുപടി പറഞ്ഞു? നിങ്ങൾ എന്തേ ഇവിടെ മറുപടി പറയാഞ്ഞത്? ആ വാക്ക് പറഞ്ഞു നിങ്ങൾ ലംഘിച്ചില്ലേ? ലംഘിച്ചു. മാത്രമല്ല, നിങ്ങളുടെ ശൈഖുന പറഞ്ഞിരുന്നു റിയായിന് വേണ്ടിയും സ്വലാത്ത് ചൊല്ലാം, റിയായിന് വേണ്ടിയും സ്വലാത്ത് ചൊല്ലാം. ഒരു മുസ്ലിമിനറിയില്ലേ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കറിഞ്ഞുകൂടെ എന്ത്? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇബാദത്തുകൾ മുഴുവനും ചെയ്യേണ്ടത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, മരിച്ചുപോയാൽ നാളെ പരലോകത്ത് നിനക്ക് നിന്റെ റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടണമെങ്കിൽ ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിനെ നാളെ പരലോകത്ത് വെച്ച് നിനക്ക് കണ്ടുമുട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യട്ടെ. അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണല്ലോ. അങ്ങനെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്ത്, ആ ഇബാദത്തിൽ പെടുമല്ലോ സ്വലാത്ത് ചൊല്ലൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും കൽപ്പനയുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ തന്നെയും പ്രഖ്യാപിച്ചതല്ലേ. ധാരാളക്കണക്കിന് തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പോരിശയെ സംബന്ധിച്ചിടത്തോളം യമൻ റഗിബ്തും ഫീ ശഫാഅത്തി അഹ്മദി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഇന്ന സ്വലാത്ത അലൻ നബി വആലിഹി ഫർദുൻ ഫമൻ യുൻകിറുഹു നാല ജഹീമാ. എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ ശരിക്കും പഠിച്ചു വെച്ചോ. യമൻ റഗിബ്തും ഫീ ശഫാഅത്തി അഹ്മദി, അഹ്മദായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ കരളിന്റെ കഷ്ണത്തെക്കാൾ നാം സ്നേഹിക്കുന്ന ഹബീബായ മുത്ത് മുസ്തഫ നാളെ പരലോകത്ത് വെച്ച് ഈ ഉമ്മത്തിലെ സാധുക്കളായ ദോഷികളായ പാപികളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അനുവാദം കിട്ടുമ്പോ ശഫാഅത്ത് പറയുമല്ലോ. ആ ശഫാഅത്ത് നിനക്ക് കിട്ടണോ? നീ എന്ത് ചെയ്തോ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹിക്ക് വേണ്ടി നീ സ്വലാത്ത് ചൊല്ലിക്കോ, നീ സലാമിനെ ചൊല്ലിക്കോ. മാത്രമല്ല ഇന്ന സ്വലാത്ത അലൻ നബി വആലിഹി ഫർദുൻ ഫമൻ യുൻകിറുഹു നാല ജഹീമാ. റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, അവിടുത്തെ കുടുംബത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത് അത് നിർബന്ധം തന്നെ. അതാരെങ്കിലും നിഷേധിച്ചാൽ നാല ജഹീമാ, കത്തിയാളുന്ന നരകത്തിയിലാണ് അവന് കിട്ടാൻ പോകുന്നത്. ഇത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ഒരു ഹദീസിന്റെ ആശയമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്.
അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയും പുണ്യമുള്ള ഒരു സംഗതി മാത്രമല്ല, റസൂല് തന്നെ പറഞ്ഞല്ലോ, അല്ലാഹ് തന്നെ പറഞ്ഞതാണല്ലോ. ഓ വിശ്വാസികളെ, നിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണേ, നിങ്ങൾ സലാമും ചൊല്ലണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ. അല്ലാഹു റസൂലുള്ളാഹിയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു, റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഉന്നതമായ മലഉൽ അലയിൽ വെച്ച് റസൂലുള്ളാഹിയുടെ പ്രശംസ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ മലായികത്തുകളും റസൂലുള്ളാഹിയുടെ ഗുണത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മബങ്ങന്മാരെ, എൻ്റെ സഹോദരീ സഹോദരന്മാരെ, എവിടെ വെച്ചും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തിനെ ചോദിച്ചോളൂ. കാരണം മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരിക്കൽ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു കാരണം കൊണ്ട് തന്നെ അവന് 10 ഗുണം ചെയ്യുന്നതാണെന്ന് റസൂലുള്ളാഹ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ പേരൊരു മജ്‌ലിസിൽ വെച്ച് പറയുന്നത് കേട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ബഖീൽ തന്നെ, ബഖീൽ തന്നെ, പിശുക്കനാണെന്നുള്ള റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിശുക്കില്ലാതെ ചൊല്ലിക്കോ ഉമ്മമാരെ, പിശുക്കില്ലാതെ ചൊല്ലിക്കോ എൻ്റെ സഹോദരന്മാരെ. എവിടെ വെച്ചും നിങ്ങൾക്കത് ചൊല്ലാം. അതേ അവസരത്തിൽ നിങ്ങളുടെ യാത്രാവേളകളിലും ചൊല്ലിക്കോ, നിങ്ങളുടെ വാഹനങ്ങളിൽ വെച്ചും ചൊല്ലിക്കോ, നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് വെച്ചും ചൊല്ലിക്കോ. അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലുന്നത് പ്രത്യേകം പുണ്യകർമ്മമാണെന്ന നിലക്ക് ഇന്നിതാ ചില പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് മൈതാനത്തേക്ക് വേണ്ടി ആളുകളെ കൊണ്ടുപോകുന്നല്ലോ, മൈതാനത്തേക്ക് വേണ്ടി പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ നിലക്ക് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്ന സ്വലാത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചൊല്ലാമെന്നല്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടിയും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയും ചൊല്ലാമെന്നല്ലേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം, അല്ലദീനഹും യുറാഊൻ, അവരെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാകുന്നു. ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും എല്ലാം നിഷിദ്ധമാണ്, ഇസ്ലാമിൽ പാടില്ലാത്ത സംഗതിയാണ്. അതേ അവസരത്തിൽ ആളുകളെ കാണിക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന് കാന്തപുരം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഇസ്ലാമികമായിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. മറുപടി നിങ്ങൾ പറഞ്ഞു കണ്ടില്ലല്ലോ, നിങ്ങൾ അതിന് മറുപടി തന്നിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പ്രത്യേക ദിവസവും സ്ഥലവുമൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഏത് സ്ഥലത്ത് വെച്ചും ചൊല്ലാമെന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതിനുവേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് അങ്ങോട്ടൊരു സമയം നിശ്ചയിച്ച് ആളുകളെ വരുത്തിയിട്ട് ഒരു സ്വലാത്ത് നഗറും മജ്‌ലിസും ഉണ്ടാക്കുന്ന സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടോ? ഏത് സ്വഹാബ വനിതയാണ് ഏത് ഗ്രൗണ്ടിലേക്കാണ് സ്വലാത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയത് എന്ന് ആ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നല്ലോ. ആദ്യ പ്രസംഗത്തിൽ വെച്ച് തന്നെ ചോദിച്ചിരുന്നല്ലോ. നിങ്ങൾ അതിന്റെ 2-3 പ്രസംഗം നടത്തിയിട്ടും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വഞ്ചനയല്ലേ കാണിച്ചത്? ഒന്നും വിടാതെ മറുപടി പറയും എന്ന് പറഞ്ഞിട്ട് വഞ്ചന കാണിച്ചതിന്റെ സാമ്പിളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ല സഹോദരന്മാരെ. നിങ്ങൾ കൃത്യമായി തന്നെ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാറുണ്ടല്ലോ. പല വിഷയങ്ങളിലും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളെ, ഇവരുടെ സ്വലാത്ത് നഗറുകളെയും അതുപോലെ തന്നെ പല ബിസിനസ്സുകളെയും, ദീനിന്റെ പേരിൽ നടത്തുന്ന പല ബിസിനസ്സുകളുടെയും കള്ളത്തരങ്ങളുടെ ചുരുളഴിച്ചുകൊണ്ട് ഇസ്ലാഹി എന്ന മാസിക കേരളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ വിചിന്തനം വാരികയുടെ പ്രചരണത്തിന്റെ മാസത്തിന്റെ ഘട്ടമാണ്. വിചിന്തനം എല്ലാ ആഴ്ചയും
മാസികയിലും മുസ്ലിമീങ്ങളുടെ കയ്യിലെത്തുന്നുണ്ട്. ദീന് പഠിക്കാൻ വേണ്ടി വിചിന്തനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങളതിൻ്റെ വരിക്കാരാവാൻ വേണ്ടി ശ്രമിക്കണം. ഈ രാജ്യത്ത് ഖുറാഫി കുബൂരി പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന സർവ്വതോന്യാസങ്ങളെയും പ്രതിരോധിക്കാൻ അൽമനാറിനോടൊപ്പം തന്നെ വിചിന്തനവും പ്രവർത്തിക്കുന്നു. നിങ്ങൾ വരിക്കാരാവണം. അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ കൃത്യമായി നിങ്ങളുടെ കയ്യിലെത്തുന്ന മാസികയാണ് ഈ ഇസ്ലാഹ് മാസിക. അത് നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ ഈ സദസ്സിൽ തന്നെ നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു തരും. നിങ്ങൾ ഈ ഇസ്ലാഹ് മാസികയെ ഒന്ന് പരിചയപ്പെടണം. നിങ്ങളെല്ലാവരും അതിൻ്റെ വരിക്കാരാവണം. ഒരുപാട് വിഷയങ്ങൾ അതിൽ എപ്പോഴും കൈകാര്യം ചെയ്യാറുണ്ട്. അതിൻ്റെ ഗുണഫലം നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് മുസ്ലിയാക്കന്മാർ, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഈ വേദിയിൽ കണ്ടില്ലേ, ഈ വേദിയിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഫൈസൽ മുസ്ലിയാർ, അതുപോലെ തന്നെ ഇതാ അടുത്ത കാലത്ത് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു സഹോദരനെയും നിങ്ങൾക്ക് കാണാം. ഈ ഇരിക്കുന്ന ഏതാണ്ട് ആളുകളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഈ സത്യത്തിന്റെ ആശയത്തെ പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലേഖനങ്ങളിൽ നിന്നും മാസികകളിലൂടെയും ഒക്കെ തന്നെയാണ്. അതിലൂടെ അവർക്കൊരു വഴിത്തിരിവ് കിട്ടുന്നു. അതിലെഴുതിയ കാര്യം സത്യമാണോ എന്ന് അവർ കിതാബുകൾ പരിശോധിക്കുന്നു. അതല്ലാതെ ഒരു മാസിക വായിച്ച് മാറുന്നവരല്ല. ഈ മാസികയിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ആ മാസികയിൽ ഉദ്ധരിക്കുന്ന ആ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കാൻ അവർ ലൈബ്രറികളിൽ പോയി, അവർ പഠിച്ച സ്ഥാപനങ്ങളിൽ പോയി പരിഭാഷകൾ നോക്കിയും അതല്ലാത്ത നിലയ്ക്ക് കൃത്യമായ കിതാബുകൾ നോക്കിയും, പരിഭാഷയിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ പരിഭാഷ ഒത്തുനോക്കുന്നു, കിതാബിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ കിതാബ് ഒത്തുനോക്കുന്നു. അങ്ങനെ കൃത്യമായി പരിശോധിച്ച് സത്യമേ ഇസ്ലാഹ് പറയാറുള്ളൂ, സത്യമേ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ പറയുന്നുള്ളൂ, സത്യമേ ഇവർ പ്രചരിപ്പിക്കുന്നുള്ളൂ, ഇവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷി എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾ, അവർ സാധാരണക്കാർ മാത്രമല്ല, മുസ്ലിയാക്കന്മാരുടെ ഒരു പട തന്നെ ഒഴുകി വന്നിരിക്കുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം അതാ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചു. കൊല്ലത്തിനടുത്തുള്ള കരുനാഗപ്പള്ളിയിൽ വെച്ച് ഒരുപാട് മുസ്ലിയാക്കന്മാർ, ഒരു 25ഓളം മുസ്ലിയാക്കന്മാരുടെ പട തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് കൃത്യമായി പ്രസംഗിച്ചു. അതിൽപ്പെട്ട ഒരു സഹോദരനാണ് ആയിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ എത്ര ആളുകളുണ്ട് സുഹൃത്തുക്കളെ, എത്രയോ സഹോദരന്മാരുണ്ട്. ഇതൊക്കെ നമ്മുടെ എളിയവരായ നമ്മുടെ പ്രവർത്തനങ്ങളുടെയും നമ്മളത് കൃത്യമായി തുറന്നു പറയുമ്പോൾ അവരാരുടെയെങ്കിലും പ്രസംഗം കേട്ട് മാറുന്നതല്ല, ഏതെങ്കിലും ലേഖനം വായിച്ച് മാറുന്നതല്ല. കിതാബ് പരിശോധിച്ചിട്ട് ഇവരുടെ അടുക്കലാണ് ഹക്കെന്ന് കാണുമ്പോ പടച്ചവനെ പേടിക്കണ്ടേ. ദുനിയാവ് പോരല്ലോ, മരിച്ചു പോണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്ന ഹസൻ ബാക്കവി തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം അടക്കമുള്ള ഒരുപാട് സഹോദരന്മാർ ഈ ആശയം മനസ്സിലാക്കാൻ അവർക്ക് പലപ്പോഴും ഇസ്ലാഹ് മാസികയും വിചിന്തനവും ഒക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ അറിയിക്കുന്നു. ആ മാസികയിൽ ഈ ലക്കത്തിൽ തന്നെ കുബൂരികളുടെ ഒരുപാട് കള്ളജാറങ്ങളുടെ കള്ളത്തരങ്ങളുടെ ചുരുളഴിക്കാൻ വേണ്ടിയുള്ള ലേഖനങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. മുനാഫിഖിന്റെ ലക്ഷണമല്ലേ ആരോപിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നിഫാഖിന്റെ ലക്ഷണം, ഒന്ന് വിശ്വസിച്ചോ ചതിക്കും, അത് ആർക്കാണ് ചേരുന്നത് എന്ന് മനസ്സിലാക്കിയില്ലേ? എല്ലാം വിടാതെ മറുപടി പറയുമെന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞോ പലതിനും? ചില കാര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ മറുപടി പറയാതെ പോയ ഒരുപാട് വിഷയങ്ങൾ വേറെയുമുണ്ട്. സമയപരിധിയുമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ നിന്ന് ഞാൻ മാറുകയാണ്. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്താ കേട്ടോളൂ. എന്താ മുനാഫിക്കിന്റെ രണ്ടാമത്തെ ലക്ഷണം? സംസാരിച്ചോ കള്ളം പറയും, മുനാഫിക്കിന്റെ ലക്ഷണമാണ്. കേട്ടോ, എന്താ രണ്ടാമത്തെ ലക്ഷണം? സംസാരിച്ചോ കള്ളം പറയും, നോണ പറയാ, യാതൊരു മടിയുമില്ലാതെ നോണ പറയാ. അതിലേറ്റവും ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇയാളുടെ 1-ാം നമ്പർ നോണ. അത് മനസ്സിലാക്കാൻ നിങ്ങൾ കിതാബ് വായിക്കേണ്ടതില്ല, ലേഖനം വായിക്കേണ്ടതില്ല, ലൈബ്രറികൾ പരതേണ്ടതില്ല. നിങ്ങൾ ഫോൺ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഉള്ളവന്റെ നാട്ടിലെ ഏതെങ്കിലും ഈ ഉള്ളവനോട് വ്യക്തിപരമായി പകയില്ലാത്ത ഏതെങ്കിലും ഒരാളോട് വിളിച്ചു ചോദിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഈ കിതാബൊന്നും ഓതണ്ട,
ആരെങ്കിലും ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇറങ്ങി അന്വേഷിച്ചാലും കുഴപ്പമില്ല. ഞാൻ പെരിന്തൽമണ്ണക്കടുത്ത് പുലാമന്തോൾ പഞ്ചായത്തിലെ TN പുരം സ്വദേശിയാണ്. നാടും ഇതൊക്കെ പറഞ്ഞുതരാം. എൻ്റെ കുടുംബ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മൂപ്പരിങ്ങനെ പരമ്പര എണ്ണും പോലെ എണ്ണിയത്, പരമ്പര എണ്ണും പോലെ എൻ്റെ ബാപ്പയ്ക്ക് എത്ര മക്കളുണ്ട് എന്ന് മൂപ്പരെണ്ണി. ഒരാളെ വിട്ടുപോയി, പൊയ്ക്കോട്ടെ, അത് മരിച്ചുപോയ എൻ്റെ ഒരു പെങ്ങളാണ്. അള്ളാഹു അവരുടെ ഖബർ നല്ല നിലക്ക് സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അത് മൂപ്പരെണ്ണിയില്ല. ജീവിച്ചിരിക്കുന്നവരെ പരിഗണിക്കുന്നുള്ളൂ എന്നായിരിക്കും പറഞ്ഞത്. അങ്ങനെ എല്ലാ ലീസ്റ്റും പറഞ്ഞു. അപ്പൊ എന്തിനാ അതൊക്കെ പറയണത്? ഞാനിതൊക്കെ ശരിക്ക് പഠിച്ചിട്ടാ വരുന്നത്. മൂപ്പര് വിചാരിച്ച് എന്താ അറിയോ, ഞങ്ങളെ മക്കളെ പേരൊക്കെ, എൻ്റെ വാപ്പക്കുള്ള മക്കളെ പേരൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരില്ല എന്നാ മൂപ്പര് വിചാരിച്ചു. അങ്ങനെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മുഹമ്മദ് അലി ദാരിമി അവിടെ നിന്നിട്ട് എണ്ണി. എൻ്റെ ഏറ്റവും ഇളയ പെങ്ങൾ റംല, അതുവരെയുള്ള ആളുകളെ എണ്ണുന്നുണ്ട്. തെർത്തീബൊന്നും ഞാൻ പറയുന്നില്ല, കാരണം കള്ളത്തരം പറയലല്ലേ അന്ത്രൂന്റെ പണി. അതുകൊണ്ട് ഞാൻ തെർത്തീബൊന്നും പറയുന്നില്ല. അപ്പൊ ഈ ആളുകളൊക്കെ പറഞ്ഞു. ആകട്ടെ, അതൊക്കെ ആയിക്കോട്ടെ. എന്തിനാ അയാൾ ഇതൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്നതല്ലാതെ ഞാനും ഈ നാദാപുരത്തുള്ള സുഹൃത്തുക്കളും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഈ പെരിന്തൽമണ്ണ താലൂക്കിലെ പുലാമന്തോൾ പഞ്ചായത്തിലെ TN പുരം സ്വദേശികളായ എൻ്റെ ബഹുമാന്യനായി അടുത്ത് വഫാത്തായി പോയ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ മെമ്പർമാരെയൊക്കെ പേര് മൂപ്പര് ലീസ്റ്റ് എഴുതിയിട്ടാ വായിച്ചത്. ഈ തെറ്റിപ്പോണ്ട, സനത് കൃത്യമായിക്കോട്ടെ, ഏത് നിലക്ക് കൃത്യമായിട്ട് മൂപ്പര് വായിക്കണം. അതൊക്കെ ആയിക്കോട്ടെ, തരക്കടില്ല. അപ്പൊ ഇയാൾ പോയിട്ട് അവിടെ ഓരോന്നും പറഞ്ഞു കൊടുത്തപ്പോൾ ഓരോരുത്തരോട് പോയിട്ടൊന്നുമല്ല, ഏതോ നാട്ടിലെ എൻ്റെ നാട്ടുകാരെ കുറിച്ചൊന്ന് പറഞ്ഞു തരട്ടോ. എൻ്റെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞുതരാം. അവർ നല്ലവരായ ആളുകളാണ്. ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടുകാർക്ക് ഒരു പരാതിയും ഇല്ല. നാട്ടിലുള്ള ഏതൊരു സ്ത്രീ പുരുഷനായി, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, അവൻ മുജാഹിദായി പോയി എന്ന ഒരു പരാതിയല്ലാതെ വ്യക്തിപരമായി നമ്മളോട് യാതൊരു വിഷമവുമുള്ള ആളുകൾ, മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും എൻ്റെ നാട്ടിൽ ആ രൂപത്തിലുള്ള ആളുകളാണ്. അവർക്ക് യാതൊരു ആ നിലക്കുള്ള ഒരു വെറുപ്പുമില്ല, വ്യക്തിപരമായിട്ട് അവർക്കൊരു വിദ്വേഷമില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ അവരൊക്കെ മനസ്സിലാക്കിയ സത്യത്തിനെതിരെയുള്ള കാര്യമാണല്ലോ ഇയാൾ ചെയ്യുന്നത് എന്ന ഒരു വിഷമം പല സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ മനസ്സിലുണ്ട് എന്നതല്ലാതെ അവരെന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി യാതൊരു തെറിയും പറയാറില്ല, എന്നെപ്പറ്റി ഒരു കുറ്റവും പറയാറില്ല. നിങ്ങൾക്ക് ആർക്കുമായിട്ട് ചോദിച്ചാലും മനസ്സിലാവും, എൻ്റെ നാട്ടുകാരായ ഏതൊരാളും എന്നെപ്പറ്റി അയാൾ മുജാഹിദായൊരു കംപ്ലൈൻറ്റ് എന്നതല്ലാതെ വേറൊരു കുറ്റവും പറയൂല. എൻ്റെ നാട്ടുകാരങ്ങനെയാണ്. അവർക്ക് ഈ ഒരു ആശയപരമായ വിയോജിപ്പ് പലർക്കും ഉണ്ടെങ്കിലും അവർക്ക് വേറെ എന്നെപ്പറ്റി ഒരു നുണ അവർ പ്രചരിപ്പിക്കാറില്ല. എന്നാൽ അതേ അവസരത്തിൽ അവിടെ ഏതോ ഒരു പടുജാഹിലുണ്ട്. ആ പടുജാഹില് എന്നോടുള്ള വിരോധം തീർക്കാൻ ഈ വ്യക്തിയോട്, അല്ലെങ്കിൽ ഈ പേരോട്ട അന്ത്രുവിനോട് പറഞ്ഞു കൊടുത്തു. എന്ത്? എന്നെ പറ്റിയുള്ള നുണയാണ്. ഇയാൾ SSLC തോറ്റവനാണ്. വലിയ ഗുണാണ്. SSLC തോറ്റവനാണ്. എന്താ സുഹൃത്തുക്കളെ? എന്നിട്ട് പറയണേ, തോറ്റതല്ലേ, തലച്ചോറില്ലാഞ്ഞിട്ടല്ലേ. എനിക്കങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. SSLC തോറ്റവരൊക്കെ തലച്ചോറില്ലാത്തവരും ജയിച്ചവരൊക്കെ വലിയ തലച്ചോറുള്ളവരും എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല. SSLC ഉണ്ടെങ്കിൽ എല്ലാവരും ബുദ്ധിമാന്മാരാണ്, തോറ്റവരൊക്കെ മണ്ടന്മാരാണ്, ആ ധാരണ എനിക്കില്ല. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ അവസരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഉത്തരം ഇതാണ് അള്ളാഹു തോന്നിപ്പിച്ചെങ്കിൽ അയാൾ ജയിക്കും. ചില ഉത്തരം അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾ തോൽക്കും. അതൊന്നും ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ ഒരു മണ്ടത്തരം ഇതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതൊരു വിഷയമാക്കുന്നില്ല. എന്നാ പിന്നെ ഞാൻ എന്തിനാ അത് പറയുന്നത്? എന്നെപ്പറ്റി കളവ് പറയണ്ട, എന്നെപ്പറ്റി പാച്ച കള്ളം പറയണ്ട. പാച്ച കള്ളാണ് അയാളാ പറഞ്ഞത് എന്നുള്ളത് അയാളുടെ ശബ്ദത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. എപ്പോ അയാൾ എന്നെ പറ്റി ആ പച്ചക്കള്ളം പറഞ്ഞിട്ട്, കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം. അയാൾ പച്ചക്കള്ള പറയുന്നുള്ളത് അയാൾ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. എന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് മുനാഫിക്കിന്റെ ലക്ഷണം അയാൾക്ക്. അപ്പൊ അയാൾ എന്താ പറയുന്നത്? ഞാൻ സുഹൃത്തുക്കളെ, അയാൾ പറയണേ ഞാനൊരു പരീക്ഷയിലും തോറ്റിട്ടില്ല. ഇനി ഇയാൾ എത്രത്തിലാണ് എഴുതിയത്? ഞാനൊരു പരീക്ഷയും തോറ്റിട്ടില്ല, എഴുതിയ പരീക്ഷയ്ക്ക് റാങ്കും വാങ്ങിയിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന് പോകുന്നത്. മൂപ്പര് എവിടുന്ന നിങ്ങളെ റാങ്ക്? എന്നാ സുഹൃത്തുക്കളെ, ഒരു ഫഖർ പറയല്ല, വിനയത്തോടു കൂടി പറയട്ടെ, ഈ ഉള്ളവൻ SSLC പാസ്സായിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത പ്രസംഗത്തിൽ പറയും, അത് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ചാൻസിൽ ജയിച്ചിട്ടുണ്ടാവും അല്ലേ?
മൂപ്പരോട് എനിക്ക് പറയാനുള്ളത്, ഈ പെരുങ്കള്ളനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെക്കണം. നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ അതൊക്കെ നിങ്ങളെ നാട്ടിൽ പോയി അന്വേഷിച്ചതാണ്, വേണമെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചോ, അന്വേഷണം നടത്തിക്കോ എന്നൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞില്ലേ. എന്റെ നാട്ടിലെ ഏതോ ഒരു പടുജാഹിൽ നിങ്ങളെ പറ്റിച്ചതല്ലേ? ആ വഞ്ചനയിൽ അന്ത്രു കുടുങ്ങിയില്ലേ? അത് അപ്പടി കേട്ടിട്ട് ഈ സ്റ്റേജിൽ വെച്ച് ഛർദ്ദിച്ചില്ലേ? ഇതിനായി കളവ് നിങ്ങൾ പറയുന്നത്? അപ്പൊ മൂപ്പര് വലിയ കാര്യമായിട്ട് എൻ്റെ പേരിൽ ആരോപിച്ച ഒരു പച്ചക്കള്ളം, ഇതൊരു ഭൗതികമായൊരു കളവാണ്. അതുകൊണ്ട് അത് ആദ്യം കേൾപ്പിക്കാം. ബാക്കി ഗൗരവമുള്ള കളവുകൾ വേറെ ഒരുപാടുണ്ട്, അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പൊ നിങ്ങൾ അയാൾ എൻ്റെ പേരിൽ ഇത്, സുഹൃത്തുക്കളെ, പല സ്ഥലങ്ങളിൽ നിന്നോട് വിളിച്ചു ചോദിക്കാണ്, അല്ല നിങ്ങൾ 10 തോറ്റിക്കാണല്ലേ? എനിക്ക് ഈ സോക്കേട് വേഗം മനസ്സിലായി, സുഖക്കേട് പെട്ടെന്ന് തിരിഞ്ഞു. ഇയാളെ പറഞ്ഞാണ്, ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ കള്ളത്തരം എല്ലായിടത്തും പ്രചരിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലിയൊരു വിഷയമായിട്ടല്ല, പക്ഷെ എത്ര ആളുകളെ അയാളത് പറഞ്ഞു പറ്റിച്ചു. എനിക്കതിലൊരു വിഷമുണ്ടായിട്ടില്ല, പക്ഷെ ഒരു കളവ് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് തോറ്റോരൊക്കെ മണ്ടന്മാരാണ്, ജയിച്ചോരൊക്കെ വലിയ ബുദ്ധിമാന്മാരാണ്, എനിക്ക് അഭിപ്രായമല്ല. പക്ഷെ നുണ എന്റെ പേരിൽ പറയുന്നത് എന്തിനാ? അത് മാത്രമേ ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ കേൾപ്പിക്കുന്നുള്ളൂ. കേട്ടോളൂ നിങ്ങളുടെ പ്രശ്നം. SSLC പഠിക്കുമ്പോൾ തോറ്റുപോയത് ഞാൻ എന്റെ ജീവിതത്തിൽ പരീക്ഷയിൽ അല്ലാതെ തോറ്റിട്ടില്ല. അവസാനം റാഗും വാങ്ങിയിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. എത്ര ഇയാൾ എഴുതിയത്? ഇയാൾ വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിലല്ലേ? ആ, കേൾപ്പിച്ചോളൂ. SSLC തോറ്റതല്ലേ? തലച്ചോറില്ലാഞ്ഞിട്ടല്ലേ? തലച്ചോറ് വേണോ? വെറുതെ അല്ല പറയുന്നത്. ഇനി സെലഫികളൊക്കെ പോയിട്ടൊരു അന്വേഷണം നടത്തട്ടെ. പേരോട് പറഞ്ഞത് ഇപ്പറഞ്ഞതൊക്കെ ശരിയോ തെറ്റോ, ഒരന്വേഷണം നടത്തട്ടെ. വേണമെങ്കിൽ ഒരു കമ്മീഷനെ വെക്കാം. വെച്ചോളൂ, കമ്മീഷനെ വെച്ചോളൂ. വെച്ചിട്ട് ഈ അന്ത്രൂന്റെ തൊലി പൊളിച്ചോളൂ, യാതൊരു വിരോധമില്ല. അപ്പൊ എന്റെ നാട്ടിലെ ഒരു പടുജാഹിൽ ഇയാളെ പറ്റിച്ചു. ഇയാൾ അതിൽ പറ്റിക്കപ്പെട്ടു. പാവം സാധു മിസ്കീൻ അല്ലേ? മാത്രല്ല ഇയാൾ എന്താ പറയുക, എഴുതിയ പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിയിട്ട്. എന്നാ ഞാനും പറഞ്ഞുതരാം, കിബർ വരെയല്ല. 1985 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ലെവലിൽ നടത്തുന്ന അഫ്ദലുൽ ഉലമാ പരീക്ഷയിലെ റാങ്കും വാങ്ങിയിട്ടാ ഈ ഉള്ളവനും പുറത്തിറങ്ങിയത്. അറിയോ? നിങ്ങൾ പരിശോധിച്ചോ. യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അന്വേഷണ കമ്മീഷനെ വെക്ക്. ഇയാൾ 10ാം ക്ലാസ്സിൽ എത്ര മാർക്കോട് കൂടി വിജയിച്ചു? ഇനി മാർക്കാതർക്കം അടുത്തിൽ വേണമെങ്കിൽ കാണിച്ചു തരാം അല്ലേ? അത് സ്ക്രീനിൽ കാണിക്കേണ്ട മണ്ടത്തരം എനിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറ. ഈ പച്ചക്കള്ളം പറയുന്നത് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചോ കള്ളം പറയും, സംസാരിച്ചോ കള്ളം പറയും. ഇതാർക്കാണ് ചേരുകാന്ന് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ഇതിന്റെ രൂപത്തിൽ എത്ര കളവ് ഇയാൾ പറഞ്ഞു. ഇതിന് കിതാബോധനോ? എന്റെ നാട്ടിന്റെ ഭാഗത്തു കൂടി പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചാൽ പോരെ? അല്ലെങ്കിൽ എന്റെ നാട്ടിലെ ഫോൺ നമ്പർ അന്വേഷിച്ചാൽ അവിടെ പോയി ചോദിച്ചാൽ അറിയില്ലേ? ഈ രൂപത്തിൽ എന്തിനാ ഇയാൾ കള്ളം പറയണം? അപ്പോ സത്യം പറഞ്ഞാൽ ഒന്നും നടക്കൂല എന്ന് മൂപ്പരിക്കറിയാം. അപ്പൊ നോണ പറഞ്ഞ് ഇയാളെ വ്യക്തിപരമായി തേജോവധം ചെയ്ത് അഞ്ഞ് ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങൂല എന്നാ വിചാരിച്ച്. ആ പൂതി അവിടെ മനസ്സിലിരുന്നോട്ടെ. അന്ത്രൂ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതുകൊണ്ട് തീർന്നില്ല. അതിപ്പോ ഇത് ദീനിൽ പറഞ്ഞൊരു കളവുകൾ ഇനി ഒരുപാടുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് കാണിക്കാൻ കഴിയൂല. ഈ 4 ദിവസത്തെ പ്രസംഗം മുഴുവൻ അതാ. ഏതാണ്ട് അയാൾ ഓതിയ ചില ആയത്തു ഹദീസ് ഒഴികെ 4 ദിവസത്തിലെ എല്ലാ വിഷയങ്ങളും ഹദ്ദസ കദബ എന്നുള്ളതിനുള്ള തെളിവുകൾ. അതുകൊണ്ട് അത് ഓരോന്നോരോന്ന് കാണിക്കാൻ കഴിയും. ഒക്കെ തന്നെ ഞാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി കാണിക്കാം. ഇനി 3ാമത്തെ ലക്ഷണം പറയട്ടെ. മുനാഫിക്കിന്റെ 3ാമത്തെ ലക്ഷണം. മൂന്നാമത് റസൂലുള്ള പറയുന്നത് വൈദാ അഹദ ഗദറ, കരാർ പറഞ്ഞാൽ ഉടമ്പടി ചെയ്താൽ ലംഘിക്കും. കണ്ടോ? കരാർ ചെയ്താൽ ഉടമ്പടി ചെയ്താൽ ലംഘിക്കും. അയാൾ ഈ കൂടിയ ആളുകളോടൊക്കെ ഒരു ഉടമ്പടി പറഞ്ഞു. എന്താ? ഈ സലഫി മൗലവി ചീത്ത പറയുന്ന ആളാണ്, ഞാൻ ചീത്ത പറയൂല, തെറി പറയൂല എന്ന് ഇയാള് ഒരു പച്ച കള്ളവും അതോടൊപ്പം ഈ കൂടിയ ആളുകളുടെയൊക്കെ മുമ്പിൽ ഒരു കരാറും. ഞാൻ അങ്ങനെ ഒന്നും പറയൂലേ, ഞാൻ സാലിഹായ വർത്തമാനം മാത്രമേ പറയുള്ളൂ, കാരണം എൻ്റെ നാവതിന് പറ്റൂല, ഞാൻ വളരെ നല്ലവനാണ്, ഞാൻ മഹാനവറുകളാണ് എന്നൊക്കെ തോന്നുന്ന നിലക്ക് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചീത്ത പറയൂല, തെറി പറയൂല എന്നുള്ള ആ കരാറാണ് കൽപ്പിക്കാൻ പോകുന്നത്. നല്ല ക്ഷമ നിങ്ങൾ കാണിക്കുക. കാരണം ഞാൻ ചീത്ത പറയുകയില്ല, ഞാൻ തെറി പറയുകയില്ല, ഞാൻ അനാവശ്യം സംസാരിക്കില്ല. നല്ല ക്ഷമ നിങ്ങൾ കാണിക്കുക. കാരണം ഞാൻ ചീത്ത പറയുകയില്ല, ഞാൻ തെറി പറയുകയില്ല, ഞാൻ അനാവശ്യം സംസാരിക്കില്ല. ഇനിയിപ്പൊ ഇയാൾ വിളിക്കുന്നതൊക്കെ നല്ല സാലിഹായ വർത്താന, ദജ്ജാല്, കെസാബ് പോലെയുള്ള കുറച്ച് തെറികൾ, സാമ്പിളിന് വേണ്ടി ഒരുപാട് തെറികളുണ്ട്. അതിനൊരു സാമ്പിളിന് വേണ്ടി 1-2 കേട്ടോളൂ. എന്താ സാധനം? ആടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റൂ, താടി. അതും മനസ്സിലായില്ലേ കുന്തത്തിന്?
ഒരു കുന്തത്തിനൊരു താടി. എന്തൊരു തെറ്റാല്! എന്താ വർത്താനം! നല്ല സാലിഹായ വിളിയാ വിളിക്കുന്നേ, തെറിയൊന്നുമല്ല. എന്തൊരു തെറ്റാല്! പഠിച്ചവനെ മസീദ് തെറ്റാൽ ഇയാൾ തന്നെ ഇരിക്കോ? ഇത്ര വൃത്തികെട്ടൊരു സാധനം, ഇത്ര വൃത്തികെട്ടൊരു സാധനം. ആര്? ഉളുപ്പില്ലേ? ഉളുപ്പില്ലേ? എന്താ ഇങ്ങനെ കെസാബായി പോയത്? എന്താ ഇങ്ങനെ കെസാബായി പോയത്? എന്താ ഇങ്ങനെ കെസാബായി പോയത്? ഇതല്ലേ നമുക്ക് ചോദിക്കാള് അല്ലേ? അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. അതല്ലേ പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചു, എന്തും വയറ്റിലാക്കിയിട്ടാ വന്നത്? എന്തും വയറ്റിലാക്കിയാ വന്നത് എന്നാ അവസാനത്തെ ചോദ്യം. തിരിഞ്ഞില്ലേ? എന്തും വയറ്റിലാക്കിയാ വന്നത് അവരോടാ ചോദിക്കുന്നത്. എന്തും വയറ്റിലാക്കിയാ വന്നത് എന്നാ ചോദ്യം. മനസ്സിലാക്കണം. കാരണം എന്താണെന്നറിയോ? കാരണം ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ വായിച്ചിരുന്നു. എന്ത്? മദ്യം പള്ളിയിലേക്ക്, സഖാഫി നാട്ടിലേക്ക്. മിണ്ടിയോ നിങ്ങള്? എന്തേ നിങ്ങൾ മറുപടി പറയാഞ്ഞത്? ഞാൻ വായിച്ചിരുന്നില്ലേ? മദ്യം പള്ളിയിലേക്ക്, സഖാഫി നാട്ടിലേക്ക്. കാമിലി സഖാഫി, നിങ്ങളെ കൂടെ മർക്കസിൽ പഠിച്ച കാമിലി ബിരുദമെടുത്തിട്ടുള്ള ഒരു സഖാഫി പള്ളിയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് കള്ളു കൊണ്ടുവരിപ്പിച്ച് കുടിച്ച അതിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് ഏതെങ്കിലും വാറോലയിലല്ല, സുന്നി അഫ്കാർ എന്ന ഔദ്യോഗിക വാരികയിൽ കൃത്യമായി വന്നിട്ടില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? അപ്പൊ മൂപ്പര് കിടക്കാവോ ഓർമ്മ? എന്തും ബൈറ്റിലാക്കിയ വന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി അടുത്തതെന്താ? മൂപ്പരൊന്നും പറയൂല. പിന്നെ പറഞ്ഞല്ലോ, തെറി പറയും തെറ്റിയാൽ. അത് നമ്മളോടല്ല, നമ്മളോട് പണ്ടേ തെറ്റില്ല. പിന്നെ ഈ കൂടെ നിന്നിരുന്ന കുറച്ച് ആൾക്കാരോട് മൂപ്പര് തെറ്റിയല്ലോ, അങ്ങനെ മറ്റേ ഗ്രൂപ്പായാലോ, അപ്പൊ പിണങ്ങിയാൽ തെറി പറയും. അതാ നാലാമത്തെ സ്വഭാവം. മൂപ്പരെന്നെ പറയട്ടെ. പിന്നെ മുനാഫിക്കിന്റെ ലക്ഷണം എന്താണ്? തെറ്റിയാ തോന്നിവാസം പറയും. തെറ്റിയാൽ തോന്നിവാസം പറയും. നമ്മളോട് പണ്ടേ തെറ്റില്ല. അപ്പൊ പിന്നെ ആരെക്കുറിച്ചാ പറയണത്? EK അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി. ഇപ്പൊ നേതൃത്വം കൊടുക്കുന്നത് ചെറുശ്ശേരിയും അതേപോലെ തന്നെ കാളമ്പാടി മുസ്ലിയാരുമാണ്. അപ്പൊ ഇവര് സാധാരണ ആ സമസ്തനവരുടെ നേതാക്കന്മാരൊക്കെ സ്റ്റേജ് എന്ന് പറയല കാള സംസ്ഥാന. കാളമ്പാടിയെ പരിഹസിച്ചുകൊണ്ട് കാള സംസ്ഥാന അവർ പറയാറുള്ളത്. നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കട്ടെ. ഞാനിവിടെ സുന്നി പണ്ഡിതന്മാരെ സമസ്തക്കാരെ കാളകളാക്കി, നാഗൂർ കാളയാക്കി, കുഞ്ഞാടുകളാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വികാരം കൊള്ളിച്ചില്ലേ? നിങ്ങളാണ് കാളകളാക്കിയത്. നിങ്ങൾ എന്താണ് മറുപക്ഷത്തുള്ള വിഘടിത വിഭാഗം എന്ന് നിങ്ങൾ പറയുന്ന EK വിഭാഗം സമസ്തയെ പറ്റി നിങ്ങൾ എന്താ എഴുതിയത്? ഇവിടെ വന്നപ്പോ മൂപ്പർക്ക് ശംസുൽ ഉലമാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരിക്കുക, ഇടക്കിങ്ങനെ തുടക്കും. അത്രയും സ്നേഹ, അത്രയും സ്നേഹാണ് മൂപ്പർക്ക്. അതുപോലെ തന്നെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ശംസുൽ ഉലമ കീഴന ഓറ് എന്ന് പറയുമ്പോൾക്ക് തുടക്കും. അത്രയും സ്നേഹ. സദഖത്തുള്ള മൗലവി എന്ന് പറയുമ്പോൾക്ക് മൂപ്പർക്ക് ഇങ്ങനെ കോൾമയൂർ കൊള്ളും. അത്രയും സ്നേഹ. ആരെ പറ്റിക്കാനാ പേരോടേത്? ഇത് നാദാപുരല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? മൂപ്പര് പറയാണ്, ഞങ്ങൾ നാദാപുരത്തുകാരും മാന്യന്മാരാണ്, ഞങ്ങൾ സൽക്കരിച്ചേ വിടൂന്ന്. എപ്പ പറയില്ല ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് സൽക്കാരം കിട്ടിയ റിപ്പോർട്ടൊക്കെ എന്റെ കയ്യിലുണ്ട്. പേരോട്ട അന്ത്രു എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. നാദാപുരത്തുകാർ നിങ്ങളെ നന്നായി സൽക്കരിച്ച് വിട്ട റിപ്പോർട്ടൊക്കെ എന്റെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാനത് കാണിക്കും. ഇപ്പൊ ഞാൻ പറയണ എന്താ അറിയോ? മൂപ്പര് പറയാണ്, സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കാണ്. ഞാൻ തെറ്റിക്കണോ നിങ്ങളെ? ഞാനാണോ തെറ്റിച്ചത്? നിങ്ങൾ എന്താണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞത്? നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞത് എന്താ? ഞാൻ സമസ്തന്റെ ആലിമീങ്ങളൊക്കെ മൂരിന്ന് വിളിച്ചു, കാളാന്ന് വിളിച്ചു, അല്ലേ? ഭ്രാന്തന്മാരാക്കിയെന്നല്ലേ? നിങ്ങൾ എന്താ എഴുതിയത്? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങളുടെ സംസ്കാരം ഈ നാട്ടിലെ EK വിഭാഗം ആളുകളൊന്ന് കേൾക്കട്ടെ, ഇവിടുത്തെ സമസ്തക്കാരൊന്ന് അറിയട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒന്ന് 4 ദിവസം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഞങ്ങളാളാന്ന് പറഞ്ഞില്ലേ? അത് പേരോടന് നാദാപുരത്തുകാരുടെ സ്വഭാവം അറിയാ. ആ രൂപത്തിൽ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഇവിടെ വന്നപ്പോ ഒന്ന് മയക്കി സംസാരിക്കുക. എന്താ പൊട്ടന്മാരാ ഇവിടെയുള്ള ആളുകളൊക്കെ? നിങ്ങളെ തിരിയൂലേ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ? നിങ്ങളെ തനിനിറം അറിയൂലേ? നിങ്ങളൊരു പുതിയ ഒരു മൂടുപടം വെച്ചുകൊണ്ട് ഇവിടെ ഒന്ന് പ്രസംഗിക്കേ. നിങ്ങൾ ആ മൂടുപടം വലിച്ചു കീറാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് മറ്റേ വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് എഴുതിയത്? ഞാനൊന്ന് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. സുന്നി വോയിസിൽ എഴുതിയത് കേട്ടോ. സുന്നി വോയിസിൽ എഴുതിയത് കൃത്യമായി തന്നെ എടുത്തുദ്ധരിക്കേണ്.
സത്യധാര എന്ന് പറയുന്ന മറുപക്ഷത്ത് വിഭാഗത്തിന്റെ ആളുകളുടെ മാസിക സങ്കടത്തോടുകൂടി അവരെഴുതുകയാണ്. പെരും നുണ കാച്ചുന്ന പെരുച്ചാഴികൾ. നല്ല വർത്താന. ആരും മുജാഹിദീങ്ങളല്ല. ശംസുൽ ഉലമാ എന്ന് പേര് പറയുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്തുമൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന സമസ്തയെ പറ്റി എഴുതിയതാ. ഇവിടെ കണ്ണിയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തേരുന്നു വലിയ ബഹുമാനം. കണ്ണിയത്തിന് ഉപ്പും ചാക്കിന് ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾ? അത്തും കുത്തും പറയുന്ന ആളാണ് ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾ? ശംസുൽ ഉലമയെ ശംസുൽ ഒലക്ക എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? അല്ലേ? ജനറൽ മുനാഫിക്ക് എന്ന് എഴുതിയവരല്ലേ നിങ്ങൾ? മലപ്പുറം ജില്ല മൊത്തത്തിൽ ജാമൂസുകളുടെ ജില്ലയാണെന്ന് എഴുതിയവരല്ലേ നിങ്ങൾ? എന്താ ജാമൂസ് എന്ന് പറഞ്ഞാൽ പോത്ത് എന്നല്ലേ? നിങ്ങൾ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കണോ? ഞങ്ങളാണോ നിങ്ങളെ കാളകളാക്കിയത്? ഞങ്ങളാണോ വിഘടിത മൂരിയിൽ എഴുതിയത്? കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ഇത് വായിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങൾ 4 ദിവസം ഇവിടെ വന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ നിങ്ങൾ ലോകമാകെ CD വെച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. കേൾക്കട്ടെ ജനങ്ങൾ നിങ്ങളുടെ സംസ്കാരം, മനസ്സിലാക്കട്ടെ ആളുകൾ നിങ്ങളുടെ കാഴ്ചപ്പാട്. കേട്ടോളൂ. പെരും നുണ കാച്ചുന്ന പെരുച്ചാഴികൾ, സത്യത്തിന്റെ കണികലവലേശം കണി കാണാൻ കഴിയാത്ത കുരുട്ടു ബുദ്ധികൾ, മതത്തിന്റെ മഹനീയ ആദർശങ്ങളെ പച്ചയായി നിന്ന് വ്യഭിചരിച്ച സമാന്തര സന്തതികൾ. നല്ല വാക്കുകളല്ലേ? സർവ തോന്യാസങ്ങൾക്കും കുടപിടിക്കുന്ന മുട്ടാളവർഗം, ഛർദിച്ചത് പച്ചയോടെ വിഴുങ്ങാൻ അറപ്പും ഉളുപ്പുമില്ലാത്ത 8 മമ്മൂഞ്ഞുകൾ. സമൂഹത്തിൽ ഇത്തരം മുട്ടാളവർഗത്തിന്റെ വളർച്ച കമ്മ്യൂണിസ്റ്റ് അപ്പ പോലെ വേരുപിടിച്ചിരിക്കുന്നു. ഒരിക്കലും തടുക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത വിധം വിപത്ത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു. മഹിതമെന്നും മഹത്വമെന്നും കരുതി മുസ്ലിം ലോകം ആദരിച്ച, അനുഭവിച്ച, അനുഷ്ഠിച്ച, അംഗീകരിച്ച സർവമൂല്യങ്ങളെയും തകർത്താൻ ഈ മണ്ടപ്പരിശകളുടെ എഴുന്നള്ളത്ത്. ഇനി കേട്ടോ, പബ്ലിസിറ്റിക്ക് വേണ്ടി വേശ്യയെപ്പോലും നാണിപ്പിക്കും വിധം ചാരിത്ര്യം പ്രസംഗിക്കുന്നവർ, മുഴുക്കുടിയന്മാരെ പിന്നിലാക്കും വിധം ആട്ടം കൊള്ളുന്നവർ, അസൂയയുടെ, അഹന്തയുടെ, നൈരാശ്യത്തിന്റെ, അസഹിഷ്ണുതയുടെ സമാന്തരികൾ, ആണും പെണ്ണും തിരിച്ചറിയാത്ത മൂരാച്ചികൾ, മതത്തിന്റെ പേരിൽ ബുദ്ധിജീവി നാട്യം കെട്ടുന്ന അഭിനേത്രികൾ, പ്രസ്ഥാനത്തിന്റെ പേരിൽ പിടിച്ചു തൂങ്ങാൻ വ്രതാശ്രമിക്കുന്ന വവ്വാലുകൾ, സുന്നിസത്തിലെ ഇത്തിക്കണ്ണികൾ. കിട്ടില്ലേ? മദ്ഹ അല്ലേ? ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ എന്ന് ഇവിടുന്ന് ഇടക്കിടക്ക് കാപ്പട്യം തേർന്നില്ലേ? അന്ത്രു തേർന്നില്ലേ? ആ വിഭാഗത്തെ അല്ലേ കണ്ണിയത്ത് എന്ന് പറയുമ്പോൾക്ക് നിങ്ങൾ അല്ലാഹു അദ്ദേഹത്തെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാകട്ടെ എന്ന് ഇവിടെ ഇങ്ങനെ വലിയ സ്നേഹം അഭിനയിച്ചിരുന്നില്ലേ? കാപ്പട്യല്ലേ അത്? അല്ലേ? നിങ്ങൾ ഇപ്പോഴും പറയണ എന്താണ്? കാളസമസ്ത നിങ്ങൾ പറയല് എന്താണ്? ഇപ്പോഴത്തെ സമസ്തന്റെ പ്രസിഡന്റ് കാളമ്പാടിയാണ്. കാളമ്പാടി മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കാളസമസ്ത എന്നല്ലേ നിങ്ങൾ പറയാല്? പിന്നെ ഞാൻ അവിടുന്ന് കാളാന്ന് വിളിച്ച് ഈ കാപട്യം നിർത്തണം. ആദ്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഇനിയും കേട്ടോ, നിങ്ങളുടെ മാസികയിൽ കേട്ടോ, എന്താ കേട്ടോളൂ, വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭ്രാന്താണ്. ആരാ മൂരി? ഊളംപാറയിലും കുതിരവട്ടത്തും പോയി ചികിത്സിച്ചാലും മാറാത്ത മുഴുവട്ട്, വായിൽ വന്നത് വിളിച്ചു കൂവുകയും മനസ്സിൽ തോന്നിയത് എഴുതി വിടുകയും ചെയ്യുന്ന സാക്ഷാൽ മൂച്ചി പിരാന്ത്. സമസ്താലയം എന്ന ബോർഡ് മാറ്റി ഭ്രാന്താലയം എന്ന ബോർഡ് വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മുക്കം മൂരിക്ക് പണ്ട് ഭ്രാന്തിളകിയത് വിഘടിത ചിന്തയിലൂടെ നാം വായിച്ചു. മൂപ്പരുടെ അസുഖം, ഇത് മുക്കത്തുള്ള ഒരു മുസ്ലിയാരെ പറ്റി എഴുതിട്ടോ, മുക്കം മൂരി മൂപ്പരുടെ അസുഖം ഗർഭം അലസിയതോടെ ഏറെ കുറെ ശ്രമിച്ചെങ്കിലും വിഘടിത ഭ്രാന്താലയത്തിൽ മാനസിക രോഗമുള്ളവർക്ക് യാതൊരു പഞ്ചവുമില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ്. അവസാനം കേട്ടോളൂ, തല നരച്ച വയസ്സൻ മൂരികൾ നടത്തുന്ന വാറോലകൾ ഒരാവർത്തി മറിച്ചു നോക്കിയാൽ മതി. തല നരച്ച വയസ്സൻ മൂരീൻ ഇതാരെ പറ്റിയാ? മറുപക്ഷത്തുള്ള വിഭാഗത്തെ പറ്റി. ഇതാ പറഞ്ഞതെന്ത്? തമ്മിൽ തെറ്റിയോ തെറി വിളിക്കും. ഇത് ഞങ്ങളുടെ സ്വഭാവമല്ല, അങ്ങോട്ടാണ് ചേരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ വേറെന്റെ പേരിൽ പറഞ്ഞൊരു പച്ചക്കള്ളം. എന്താ പച്ചക്കള്ളം എന്നറിയോ? സലഫി അല്ലാഹുവിന്റെ റസൂലുള്ളാനെ കാളാന്ന് വിളിച്ചു. ഞാൻ റസൂലുള്ളാനെ കാളാന്ന് വിളിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി, അവിടുത്തെ ആദർശത്തിന് വേണ്ടി
ഇൻഷാ അല്ലാഹ് മരണം വരെയും ശബ്ദിക്കണം എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഈ ഉള്ളവൻ അല്ലാഹുവിന്റെ റസൂലിനെ കാളയാക്കി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കുഞ്ഞാടുകൾ വരെ സ്വീകരിക്കുന്നതല്ല. പേരോടെ ഞാൻ റസൂലുള്ളാഹിനെ കാളയാക്കീന്ന്. എന്താ ഇതിനാൾ കാരണം പറഞ്ഞത്? എന്റെ പേരിൽ മൂപ്പര് കാരണം പറഞ്ഞത് എന്താ? ഞാനിവിടെ പറഞ്ഞു, ഞാനിങ്ങനെ കിബിർ കാണിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞിരുന്നു മൂപ്പരോടെന്ത്, എന്നെ കാണുമ്പോ കാളയെ കാണുമ്പോ തക്ബീർ ചൊല്ലും പോലെ തക്ബീർ ചൊല്ലണം എന്ന് ഞാൻ ആശിക്കുന്നവനല്ല, കാണുമ്പോൾ കൈപിടിച്ച് മുത്തണം എന്ന് ആശിക്കുന്നവനല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് മൂപ്പര് പറയണത് കണ്ടോ റസൂലുള്ളാഹിനെ കാളയാക്കി. മൂപ്പരും റസൂലുള്ളാഹിയും തമ്മിലുള്ള ഒരു സാമ്യം എന്താ യോജിപ്പ് എന്നറിയോ? അന്ത്രും അള്ളാഹുവിന്റെ റസൂലും തമ്മിൽ അല്ലേ? നിങ്ങൾക്ക് ഫിറ്റ് അപ്പുറത്ത് മക്കത്തൊരു അബൂന്ന് തുടങ്ങുന്ന ഒരാളില്ലേ, ഇപ്പുറത്ത് ജഹ്ലൂന്നില്ലേ? അയാളല്ലേ നിങ്ങൾക്ക് ഫിറ്റ്? അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ചേർത്ത് പറയാൻ നിങ്ങളെ പറ്റുമോ? ആ ആശയം നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് മൂപ്പര് പറയണേ എന്താ ഞാൻ കാളാന്ന് വിളിക്കാൻ കാരണം പറഞ്ഞു എന്ന് പറയാൻ കാരണം എന്താ പറയണേ? അള്ളാഹുവിന്റെ റസൂലിനെ കാണുമ്പോ സ്വഹാബത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹിനെ കാണുമ്പോൾ സ്വഹാബത്ത് തക്ബീർ ചൊല്ലിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ കാണുമ്പോൾ ആളുകൾ തക്ബീർ ചൊല്ലുന്നത്. അതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. അപ്പൊ നിങ്ങൾ കാളയെ പോലെ എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ കാളയാക്കിയില്ലേ? മുത്ത മുസ്തഫാനെ നിങ്ങൾ കാളാന്ന് വിളിച്ചില്ലേ എന്ന് പച്ച കള്ളം ഈ അന്ത്രു ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാളാന്ന് പറയേ അപ്പ ഔട്ടാവൂല ഞാൻ ഇസ്ലാമെന്ന്. അല്ലാഹുവിന്റെ റസൂലിനെ കാളാന്ന് വിളിക്കേ. കാളാന്ന് പോയിട്ട് മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കാള എന്ന് പറയാൻ എനിക്കെന്താ ഭ്രാന്ത? പേരോടിനെ പോലെ ആണോ? ഞാൻ റസൂലുള്ളാഹിനെ കാണാതെ വിളിക്കേ. ആ റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനല്ലേ റസൂൽ നമ്മളോട് പറഞ്ഞത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങളിൽ ഒരാൾ സത്യവിശ്വാസിയാകുന്നതല്ല. ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനായി തീരുന്നതല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ? ആ റസൂലുള്ളാഹിയുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ. തഖല്ലഖ ബിൽ കിതാബി വമാ ഹവാഹു فمعناه تولح واستبانا مثال للفضائل في علاه وشمس نورها غمر الزمان. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് മിസാലുൻ ലിൽ ഫളായിലി, എല്ലാ ശ്രേഷ്ഠതകൾക്കും അവിടുന്ന് മാതൃകയായിരുന്നു, ഉദാഹരണമായിരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂലുള്ളാഹിയാകുന്ന സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ പ്രവർത്തകന്മാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാള എന്ന് റസൂലുള്ളാഹിനെ ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? പച്ചക്കള്ളമാ നിങ്ങളാ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇയാൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തക്ബീർ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ കാണുമ്പോ റസൂലുള്ളാഹി വരുമ്പോഴൊക്കെ വലിയ തക്ബീർ ചൊല്ലിയെന്നോ സഹാബത്ത്? ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും നബി ഒരിക്കലും ആശിച്ചിട്ടില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. റസൂലുള്ളാഹി അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ
അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് വിനയം കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. എത്രത്തോളം എന്നോ, റസൂലുൻ യഹ്മിലുൽ അത്ഫാല ലുത്ഫാ വയജ്അലു ആതിഖൈഹി ലഹും ഹിസാനാ വകം ഖസഫൻ നിആല വഖാത സൗബാ വകം മിൻ ശാതിഹി മലഅൽ ജഫാനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം നോക്കൂ, റസൂലുള്ളാഹിയുടെ വിനയം നോക്കൂ. റസൂൽ എന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കക്കല്ല് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി അങ്ങ് കയറി വരുമ്പോ എഴുന്നേൽക്കുന്നത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോ, റസൂലൊരു മജ്ലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂലെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് രണ്ട് വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളാഹിയും സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന മജ്ലിസിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായതുകൊണ്ട്, കാരണം അവിടെ വേഷത്തിൽ ജാടയില്ല, ഇരിപ്പിൽ ജാടയില്ല, ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് അവരിൽ ഒരുവനായി വിനയത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ്. മൻമിൻകും മുഹമ്മദ്, മൻമിൻകും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സ്വഹാബത്തിരിക്കുന്ന മജ്ലിസിൽ വന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനയത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ജാടയുടെ ആളല്ല, നിങ്ങൾ ജാടയാണ് കാണിക്കാറുള്ളത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ, റസൂലിനെ എപ്പോഴെങ്കിലും അവർ യാത്ര കഴിഞ്ഞ് വരുമ്പോ ഒരു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ കാളയെ കാണുമ്പോൾ തക്ബീർ ചൊല്ലും പോലെ എന്ന് പറയാൻ കാരണം, നിങ്ങളെ ജനങ്ങൾ കാണുമ്പോ, നിങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിലേക്ക് വരുമ്പോ ആളുകൾ തക്ബീർ ചൊല്ലുന്നത് അല്ലാഹു അക്ബർ എന്നാണോ? അല്ലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി. ഇത് ഈ നാട്ടിലൊക്കെ ബലിമൃഗത്തെ കാണുമ്പോഴല്ലേ ചൊല്ലാറുള്ളത്. റസൂലുള്ളാഹിനെ കാണുമ്പോ ഇത്തരത്തിലൊരു തക്ബീർ ചൊല്ലിയോ? ഉണ്ടെങ്കിൽ അതാണ് അന്ത്രു കാണിക്കേണ്ടത്. നിങ്ങളെ കാണുമ്പോ ചൊല്ലുന്ന ാണ് ഞാൻ ഉപമിച്ചത് കാളയെ കാണും പോലെ എന്ന്. റസൂലുള്ളാഹിനെ കാണുമ്പോ ഈ തക്ബീർ ചൊല്ലിയിട്ടുണ്ടോ? റസൂൽ ഇറങ്ങി വരുമ്പോ അങ്ങനെ എന്താ ആള് സ്വീകരിക്കാൻ വരാത്തത് എന്നിട്ടിങ്ങനെ ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയിട്ടില്ല. അവിടുന്ന് കുഞ്ഞുമക്കളെ പോലും റസൂലുൻ യഹ്മിലുൽ അത്ഫാല ലുത്ഫാ വയജ്അലു ആതിഖൈഹി ലഹും ഹിസാനാ. റസൂലതാ കുഞ്ഞുമക്കളെ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്നു. ആ കുട്ടികൾ ആ റസൂലുള്ളാഹിയുടെ ഇരു ചുമലുകളും ഒരു കുതിരയുടെ കുപുറത്തെന്ന പോലെ കുട്ടികൾക്ക് ചാഴ്ത്തി കൊടുക്കുന്നു. എന്തൊരു വിനയമാണ് മുത്ത് മുസ്തഫാക്ക്. വകം ഖസഫൻ നിആല വഖാത സൗബാ വകം മിൻ ശാതിഹി മലഅൽ ജഫാനാ. എത്ര പ്രാവശ്യം റസൂൽ അവിടുന്ന് ധരിച്ച ചെരുപ്പ് തുന്നിയിട്ടുണ്ട്. അവിടുന്ന് ഒരു പൊങ്ങച്ചം കാണിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അവിടുന്ന് ധരിക്കുന്ന വസ്ത്രം തന്നെ എത്ര തവണ അവിടുന്ന് തുന്നിയിട്ടുണ്ട്. രാജ്യത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കുന്ന ചെരുപ്പ് തുന്നിയിട്ടുണ്ട്, ഉടുക്കുന്ന വസ്ത്രം തുന്നിയിട്ടുണ്ട്, ജാട കാണിച്ചിട്ടില്ല. വകം മിൻ ശാതിഹി മലഅൽ ജഫാനാ. എത്രയെത്ര ജവനകളാണ്, എത്ര പാത്രങ്ങളിലാണ് അവിടുന്ന് ആട്ടിനെ കറന്നത്. അത്രത്തോളം ആട്ടിനെ കറക്കാൻ പോലും വീട്ടിൽ വേല ചെയ്യുമ്പോ സ്വന്തം ഭാര്യയുടെ അടുക്കൽ പോയി കറിക്ക് വേണ്ട രൂപത്തിലുള്ള
അടുക്കളയിൽ പോലും ജോലി ചെയ്തു കൊടുക്കുന്ന, ഭാഗ്യ കേട്ടാൽ പള്ളിയിലേക്ക് കുതിക്കുന്ന അത്രത്തോളം വിനയത്തോടുകൂടി നടന്ന റസൂലുള്ള, ആ റസൂലുള്ളാനെയാണോ നിങ്ങളോട് നിങ്ങൾ ഉപമിച്ചത്? കിബ്റന്മാരെ, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ജനങ്ങളെ കാത്തുനിന്ന് കാളയെ കാണുമ്പോ, ബലിമൃഗത്തെ കാണുമ്പോ ചൊല്ലുന്ന തക്ബീർ, അതിനോടാണ് ഞാൻ ഉപമിച്ചത്. കാണണോ നിങ്ങൾക്ക്? എങ്കിൽ ആ രംഗമൊന്ന് കണ്ടോളൂ. ഈ ഒരു രംഗം മുഹമ്മദ് മുസ്തഫായുടെ പേരിൽ നിങ്ങൾ വെച്ച് കെട്ടിയിട്ട് റസൂലുള്ളാഹി പൊങ്ങച്ചക്കാരനാക്കി തടി സലാമത്താക്കാൻ നോക്കണ്ട. നിങ്ങളുടെ ഈ വഞ്ചന, നിങ്ങളുടെ ഈ കോപ്രാട്ടിക്കളി, നിങ്ങളുടെ ഈ കോമാളിക്കളി, നിങ്ങളുടെ ഈ പൊങ്ങച്ചം, അതിനെയാണ് ഞാൻ എതിർത്തത്. എന്റെ നേതാവ്, ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹിനെ കാള എന്ന് വിളിക്കുന്നത് പോയിട്ട് കാ എന്ന റസൂലുള്ളാഹിക്കെതിരെ പറഞ്ഞാൽ കാഫിറായി പോകുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെയാണോ നിങ്ങൾ വഞ്ചിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വഞ്ചനയൊന്ന് കണ്ടോളൂ, മനുഷ്യരൊന്ന് മനസ്സിലാക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു أكبر، الله أكبر، لا إله إلا الله. കണ്ടില്ലേ, ഒരു വില്ലൻ സ്റ്റൈലിൽ ഇങ്ങനെ ഇറങ്ങി വരിക മൂപ്പര്. അപ്പൊ അങ്ങനെ ആൾക്കാരെന്താ വരാത്ത ഇങ്ങനെ വന്ന് ഈ ജാടയെയാണ് ഞാൻ എതിർത്തത്. എന്നിട്ട് ആ ജാടയെ എതിർത്തതിന് നിങ്ങൾ റസൂലുള്ളാഹിനെ കാളയാക്കിയതിന് സഹതാപം പിടിച്ചു പറ്റാൻ നോക്കുക. ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഉണർന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നാട്യം ഇനി നിങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോ. ഞാൻ നിങ്ങളോട് ഇവിടെ നിന്ന് പറഞ്ഞിരുന്നല്ലോ. ഇയാൾ ചോദിച്ചു, നിങ്ങൾ കൈമുട്ടിയില്ലേ? റസൂലുള്ള പ്രസംഗിക്കുമ്പോ പലപ്പോഴും ആളുകൾ തക്ബീറാണ് ചൊല്ലിയത്, അതുകൊണ്ട് ഞങ്ങളും തക്ബീർ ചൊല്ലുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് ആക്ഷേപിച്ചു. എന്ത്, നമ്മുടെ മജ്‌ലിസിൽ നിന്ന് ആളുകൾ കൈമുട്ടിയില്ലേ? നിങ്ങൾക്ക് എന്ത് ബുഖാരിയിലാ തെളിവ് എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇയാളൊരു തെറ്റിദ്ധരിപ്പിച്ചതാണ്. സദസ്സിൽ വെച്ച് കൈമുട്ടിയപ്പോ ഇന്നും ഞാൻ നിങ്ങളോട് എതിർത്തിട്ടുണ്ട്, സുഹൃത്തുക്കളെ കൈമുട്ടരുത് എന്ന്. അത് നമ്മുടെ സംസ്കാരമല്ല. നിങ്ങൾക്ക് സന്തോഷം വല്ലാതെ തോന്നുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുകയല്ലാതെ നിങ്ങൾ കൈമുട്ടരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറഞ്ഞു, എന്ത്, കൈമുട്ടിയതിന് രേഖ ചോദിക്കുക. ഞാൻ അന്നേ പറഞ്ഞു കൈമുട്ടരുത്, എന്നിട്ട് പോലും കൈമുട്ടരുത് എന്ന് പറഞ്ഞ പ്രസംഗത്തെ കുറിച്ച് പോലും മൂപ്പര് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ച എന്താ? എന്താ തെളിവ് കൈമുട്ടാൻ? കേട്ടോളൂ ആ ഭാഗം. കൈയടിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൈയടിക്കല്ല വേണ്ടത്, ആശയം പഠിക്കാനാണ്. ഇതൊരാളെ തോൽപ്പിക്കാനല്ല. മാഠയത്തരത്തിന് കജ്ജും കാലും മുളച്ചാൽ ഈ പേരോടാവുന്ന മനസ്സിലായില്ലേ? കണ്ടില്ലേ, കൃത്യമായി എന്ന് എതിർത്തൊരു സംഗതി എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ്. അതേപോലെ തന്നെ അതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ സൂചിപ്പിക്കണം, ഒന്നും പറയാതെ പോകണ്ടെന്നുള്ള നിലക്കാണ്. ഇനി സുഹൃത്തുക്കളെ എന്താ പറഞ്ഞത് നിങ്ങളെയോ? അവര് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കാൻ നബി പറഞ്ഞിട്ടുണ്ടോന്ന് ഇവർ ചോദിക്കാറുണ്ട് മുജാഹിദീങ്ങൾ. എന്നിട്ട് മൂപ്പര് പറയാണ്, ഹേ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? പൊങ്ങച്ചമാവൂലേ എന്ന് കരുതിയിട്ട് നബി അത് പറയാതിരുന്നതാണ്. നബി പറയോ? മൂപ്പര് നമ്മളോട് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂല് പറയുമോ നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് നബി പറയോ? അങ്ങനെയാണല്ലോ. മൂപ്പരെ കൈ മുത്തണം എന്ന് മൂപ്പര് പറയില്ല, എന്നാ സൂചനയിൽ കൂടി പറയും അല്ലേ? അങ്ങനെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അങ്ങനെയാണോ വിചാരിച്ചേ? എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹുവിന്റെ റസൂല് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തിത്വമാണ്. ആ റസൂലുള്ളാഹിനോട് അല്ലാഹ് കൽപ്പിച്ച ദീനിന്റെ എല്ലാ വിഷയങ്ങളും റസൂലുള്ള പറയാറുണ്ട്. നബി പൊങ്ങച്ചമാണോ എന്ന് വിചാരിച്ച് പറയാതിരിക്കാറില്ല. എന്ത് കൽപ്പിച്ചാലും അത് ജനങ്ങളോട് തുറന്നു പറയുന്നയാളാണ് റസൂലുള്ളാഹ്. ജന്മദിനം ആഘോഷിക്കൽ സുന്നത്താണെങ്കിൽ, അത് റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിൽപ്പെട്ടതാണെങ്കിൽ ആ റസൂൽ അത് മൂടി വെക്കുകയില്ല. കാരണം അല്ലാഹു റസൂലുള്ളാഹിനെ ഏൽപ്പിച്ച ദൗത്യമാണത്. പറയുന്നതെന്തും ഞാൻ നിന്നോട് പറയുന്നതൊക്കെ നീ ജനങ്ങളോട് ഏൽപ്പിച്ചു കൊടുക്കണം നബിയേ. പൊങ്ങച്ചമല്ലേ എന്ന് വിചാരിച്ചു അവിടുന്ന് ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല. ഞാൻ ഹദീസിലെ
മനസ്സിലേക്ക് തന്നെ മടങ്ങട്ടെ. അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. ഫഖർ പറയുകയല്ല കേട്ടോ, റസൂലുള്ള പറയുന്നു വ അന അവ്വലു മൻ തൻഷഖുൽ അർദു അൻഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഖബറിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പിളർന്നുകൊണ്ട് ആദ്യമായി രംഗത്ത് വരുന്നത് ഞാനായിരിക്കും കേട്ടോ. ഫഖർ പറയുകയല്ല വ അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ വലാ ഫഖറ, പരലോകത്ത് വെച്ച് ശഫാഅത്ത് ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്ന ശാഫിഈ ഞാനായിരിക്കും, ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരിൽ പ്രഥമനും ഞാനായിരിക്കും. ആ ഫഖർ പറയുന്നതല്ല കേട്ടോ. വലിവാഉൽ ഹംദി ബിയദീ, ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന ആ ബഹുമാനമുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതെന്റെ കയ്യിലായിരിക്കും അന്ത്യനാളിൽ. ഫഖർ പറയുകയല്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് എത്രയെത്ര സംഗതികൾ പറഞ്ഞു. ഫഖറാകുമെന്ന് വിചാരിച്ച് പറയാതെ പോയോ? ഇനിയും കാണില്ലേ ഹദീസുകളിൽ, ആദ്യമായി സ്വർഗരാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി ആ സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുക ഞാനായിരിക്കുമെന്ന്, സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത് ഞാനായിരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തെല്ലാം സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. റസൂൽ ഏതെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ സർവ്വ മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെ ബഹുമാനിക്കണം, എന്നെ നിങ്ങൾ ആദരിക്കണം, എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫഖറാവില്ലേ, പൊങ്ങച്ചമാവില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അത് പറയാതിരുന്നിട്ടില്ല. അപ്പോ ഫഖറാന്ന് വിചാരിച്ച് നബി പറയാതെ പോയതാണ്. നബിദിനം അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാതെ പോയതാണ്. ആ പരി പറഞ്ഞ് പരി ശരിയല്ലാതായി പറയുന്നത്. ദീനിന്റെ ഒരു കാര്യം അത് പറയാതെ പോവില്ല. എത്രത്തോളം ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ചില്ലേ, എന്റെ പേരൊരു സദസ്സിൽ പറയപ്പെട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞില്ലേ? അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് അത് ചിന്തിക്കുന്ന ആളല്ല. പഠിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതെന്തും പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. ഇനി സുഹൃത്തുക്കളെ, എന്നെ പറ്റി പറഞ്ഞൊരു ആക്ഷേപം കൂടി പറയട്ടെ. എന്താ അത് പറഞ്ഞത്? അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നെ പറ്റി മറ്റൊരു ആക്ഷേപം പറഞ്ഞത് എന്താ? ഇയാള് സ്വന്തം ബാപ്പാനെ ചീത്ത പറഞ്ഞു. സ്വന്തം ബാപ്പാനെ ചീത്ത പറഞ്ഞ ആളാണ്. അപ്പൊ ആളുകൾക്ക് ഭയങ്കര ആവേശം. ആളുകൾ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാൻ മൂപ്പരോട്, ബാപ്പാനെ ചീത്ത പറഞ്ഞ സീനൊന്ന് കാണിക്കണേ, ബാപ്പാനെ ചീത്ത പറഞ്ഞ സീന്. അപ്പൊ മൂപ്പര് പറയാ, അപ്പൊ മൂപ്പര് ഒരു കടലാസിന് വായിച്ചിട്ട് പറയാണ്, ബാപ്പാനെ ചീത്ത പറഞ്ഞ് കാണിക്കണം എന്ന് പറയുന്നത്. തിരക്കൂട്ടല്ല മക്കളെ, 4 ദിവസം പരിപാടിന്റെ ഒക്കെ കാണിക്കും ഞാൻ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ കാത്തിരുന്നു, വഞ്ചകൻ കാത്തിരുന്നു ആളുകൾ. എന്ത്? ബാപ്പാനെ ചീത്ത പറഞ്ഞു. എന്താ എന്നിട്ട് സംഗതി? ബാപ്പാനെ ചീത്ത പറഞ്ഞ സംഗതി എന്താ? എന്റെ പിതാവിനെ ഞാൻ ചീത്ത പറഞ്ഞു എന്നാ പറയുന്നത്. ആദ്യം എന്റെ ഹിസ്റ്ററി ഒന്ന് പറയാം, എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് എന്താ ഇയാൾ പറഞ്ഞതെന്നും പറഞ്ഞുതരാം. എന്റെ കുടുംബത്തിലെ പേരും എല്ലാ കാര്യവും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ബാപ്പ ഇക്കഴിഞ്ഞ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അടുത്ത ദിവസമാണ് മരിച്ചുപോയത്. ആ ബാപ്പ മരിച്ചതിന്റെ ശേഷം ഈ ഹുസൈൻ സലഫിയുടെ ബാപ്പ മൂപ്പര് ഇടക്കിടക്ക് ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. എന്ത്? ബാപ്പാനെ ചീത്ത പറയുന്നു അല്ലേ? ഈ പെരുങ്കള്ളന് തോന്നുന്നുണ്ട് ഇത് ബാപ്പാനെ ചീത്തയെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ മൂപ്പര് തിരുത്തുക ഇടക്കിടക്ക്. അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ചില ആൾക്കാർ കാണാം, ഗീബത്ത് പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കും. ഞാൻ കുറ്റം പറയുന്നല്ല കേട്ടോ, എന്നിട്ട് കുറ്റാണ് പറയും. കണ്ടിട്ടില്ല നിങ്ങൾ? ഞാനൊരാളെ ഗീബത്ത് പറയുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഗീബത്ത് പറയും. ഇതേ വളവാണ് ഈ അന്തർവിടെ എടുത്തത്. പിന്നെ ബാപ്പാനെ ചീത്ത പറയുമ്പോ സ്വന്തം പിതാവിനോട് സ്നേഹമുള്ളവർക്കൊക്കെ ഇത്തിരി ഒരു വികാരം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ ആരുടെയും ബാപ്പാനായിട്ട് തിരിച്ചു പറയണമില്ല. എനിക്കത് പറയേണ്ട കാര്യമല്ല. അപ്പൊ മൂപ്പരെന്താ പറഞ്ഞത്? മരണാന്തരന്റെ ബാപ്പ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ വീട്ടിൽ വെച്ച് എല്ലാ ചടങ്ങും നടന്നു. മരിച്ചോടത്ത് ഓത്തുണ്ടായി, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലി, മയ്യത്ത് നിസ്കാരം, മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷം അവിടെ വെച്ച് അൽഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, 40 ദിവസം ഓത്ത് നടന്നു, മൗലൂദ് നടന്നു, അടിയന്തരം നടന്നു, എല്ലാ ആചാരങ്ങളും നടന്നു. ഈ ഹുസൈൻ സലഫിയുടെ ബാപ്പ മരിച്ചപ്പോൾ ഇയാൾ എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്റെ വീട്ടിൽ അതൊക്കെ നടന്നു എന്നുള്ളതിന് ഇയാൾ എന്നെ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞിട്ടില്ലേ?
ഇയാൾ പറഞ്ഞതെന്താ? എന്റെ കുടുംബത്തിന്റെ പേരുകൾ മുഴുവൻ ഇയാൾ ഇവിടെ പറഞ്ഞില്ലേ ഒന്ന് തെറ്റാതെ. എന്റെ പെങ്ങളിനോട് പറഞ്ഞ്, നമ്മളിപ്പോ എല്ലായിടത്തും ഫേമസ് ആയാലോ, അതൊരു ബർക്കത്താന്ന് കൂട്ടിക്കോ, നമ്മളെ ബാപ്പൻ്റെ എന്ന് പറഞ്ഞു. ബാപ്പൻ്റെ ഒരു കറാമത്താന്ന് കൂട്ടിക്കോ. എല്ലായിടത്തും ഇങ്ങനെ എത്തല്ലേ. അപ്പോ എന്താ ഇയാൾ പറയണതെന്നറിയോ? എല്ലാ കർമ്മങ്ങളും നടന്നു, സുഹൃത്തുക്കളെ നടന്നീനെന്താ? ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല. എന്തേ നടന്നു എന്ന് എനിക്ക് പറയാൻ കഴിയൂല. ഇയാൾ ഈ പറയുന്നതിൽ കളവുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാനത് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം എൻ്റെ ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അള്ളാഹു അവരുടെ സ്വർഗം, അവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ വിദേശത്താണ്. എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഷാർജയിലാണ്. എനിക്ക് വരാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. വന്നാൽ മാത്രമല്ല, ഇസ്ലാമികമായി അതും കൂടെ പഠിപ്പിച്ചു തരാം. ഇസ്ലാമികമായി അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത് മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം മറവ് ചെയ്യുക എന്നുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ്. ജനാസ അധികം വൈകിപ്പിക്കാതെ പെട്ടെന്ന് മറമാടുക. ആ ഒരു സുന്നത്തും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ മയ്യത്തെടുത്ത് ഖബറടക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ നിർദ്ദേശം സ്വീകരിച്ച് എൻ്റെ ജ്യേഷ്ഠൻ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. അപ്പം ഇയാൾ എന്നെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ആ പിതാവിൻ്റെ എല്ലാ മക്കളും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നു, ഇയാൾ മാത്രമാണ് മുജാഹിദ്. അവിടെ തന്നെ മറുപടി ആയില്ലേ? ഞാൻ സ്ഥലത്തുമില്ല, പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ചോദിക്കണോ? അല്ലേ? ഇയാൾ പറയുന്ന വാക്കിന്ന് എന്താ കിട്ടുക? ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലൊക്കെ മുജാഹിദാണ്, എന്നിട്ടും ആ വീട്ടിൽ ഇതൊക്കെ നടന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കല്ലേ ഈ വഞ്ചകൻ? അല്ലേ? എൻ്റെ വീട്ടിൽ ആ സമയത്ത് ഞാനുണ്ടോ? ഞാൻ ആ കാര്യത്തിൽ സന്നിഹിതനാണോ? ഞാൻ വിദേശത്തല്ലേ? എൻ്റെ വീട്ടിലുള്ള ഞാൻ ഒഴികെയുള്ള മെമ്പർമാരൊക്കെ നിങ്ങൾ പറയുന്ന ഈ കർമ്മങ്ങളൊക്കെ അനുകൂലിക്കുന്ന ആളുകളല്ലേ? പിന്നെ അതെങ്ങനെയാണ് എൻ്റെ പേരിൽ ചാർത്തുന്നത്? എന്തിനാണ് നിങ്ങളത് ഇവിടെ പറഞ്ഞത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്നെ ഇരുത്തിക്കളയാമെന്നാണോ വിചാരിച്ചത്? നടക്കൂല പേരോടെ. നടക്കാൻ പോണ സംഗതിയല്ല. ബാപ്പാനെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂലക്കിരിക്കുന്ന വിചാരിച്ചത്? സ്വന്തം ബാപ്പാനെ ചീത്ത പറഞ്ഞു എന്ന് ഇല്ലാത്തത് പറയുമ്പോൾ പിതാവിനോട് സ്നേഹമുള്ള ആളുകൾക്കൊക്കെ വൈകാരികമായി ഇത്തിരി വിഷമുണ്ടാകും. പക്ഷേ അതുകൊണ്ടൊരിക്കലും ഞാൻ നിങ്ങളുടെ ബാപ്പാൻ ഒരിക്കലും പറയൂല. ഞാൻ നിങ്ങളുടെ ബാപ്പാൻ ഒരിക്കലും പറയൂല. കാരണം ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ മെമ്പറാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് മുജാഹിദ് പ്രസ്ഥാന. നിങ്ങൾ ഈ പറയുന്ന സുന്നത്ത് ജമാഅത്തല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിയിൽ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞില്ലേ മറ്റു മെമ്പർമാരൊക്കെ? അവരെയൊക്കെ ആവും വിധത്തിൽ സത്യത്തിൻ്റെതായ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയുള്ളവൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ബാപ്പന്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ബാപ്പനെ ചീത്ത പറഞ്ഞതല്ല പറഞ്ഞത്. എൻ്റെ പിതാവ്, ഞാൻ പിതാവിനെ ചീത്ത പറഞ്ഞു. ഇയാൾ എന്താ പറയുന്നത്? എന്താ കാരണം എന്നറിയോ? യാസീൻ ഓതിയിരുന്നു എൻ്റെ ബാപ്പ. യാസീൻ ഓതുമ്പോ കാശ് വാങ്ങി. അത് ഞാൻ ഇവിടുന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ ഒരിക്കലും അതല്ല പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? ആണ്ട് നേർച്ച എന്നുള്ള വിഷയം പറഞ്ഞതാണ്. ആണ്ട് നേർച്ച എന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു, ഇവർ ആണ്ട് നേർച്ചയിൽ ചില കാര്യങ്ങളെയൊക്കെ അനാചാരമെന്നും ചില കാര്യങ്ങളെയൊക്കെ ആചാരം എന്ന് പറയുന്നവരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു. ഉദാഹരണമായി ഇവരുടെ കാഴ്ചപ്പാടെന്താണ്? മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്ന ചടങ്ങുകളൊക്കെ ആചാരവും കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അനാചാരവുമായിട്ടാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ചിത്രീകരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ പോയി യാസീനോദി പൈസ വാങ്ങുന്ന ആളുകളാണ്. അത് അവരിപ്പോഴും ആചാരമായി തന്നെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞതിനാണ് വെച്ചിട്ട് മൂപ്പര് പറയണ്. കണ്ടോ, സ്വന്തം ബാപ്പാനെ ചീത്തറയണ്. ഇതാപ്പ ബാപ്പനെ ചീത്തറയല്. ഞാനിവിടെ പറഞ്ഞു എന്ത്? ഖബറിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങുന്നു, അത് നിങ്ങൾ അനാചാരത്തിന്റെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് കാര്യം കിട്ടുന്നത് കൊണ്ട് ആചാരമായി നിലനിർത്തിയിരിക്കുന്നു എന്ന ആണ്ട് നേർച്ച എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞതാ. അപ്പൊ മൂപ്പര് അതിനെടുത്തിട്ട് പറയണേ, കണ്ടോ സ്വന്തം ബാപ്പാനെ ചീത്തറയണ്. എന്നിട്ട് പറയണേ എന്ത്? ശരിക്കും മനസ്സിലാക്കണം, അതുകൊണ്ടാ പറയുന്നത്, തെറ്റിദ്ധരിക്കാതിരിക്കാൻ. എന്നിട്ട് ആ സമയത്ത് മൂപ്പര് പറയണേ, ഇയാളുടെ ബാപ്പ ഇയാളെയും കൂട്ടി മങ്കൂസ് ഓതാനും യാസീൻ ഓതാനും ഒക്കെ പോയിരുന്നു. ബാപ്പന്റെ പോക്കറ്റിൽ പുലാമന്തോളുള്ള ആളുകൾ കാശിട്ട് കൊടുക്കും. ചിലപ്പോൾ ഇയാളെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന തോന്നുന്നത് എനിക്കത്ര ഉറപ്പില്ല എന്ന് മൂപ്പര് പറയുന്നു. അങ്ങനെയാണ് ആ ബാപ്പ ഇയാളെ പോറ്റി വളർത്തിയത്. എന്നിട്ട് ആ ബാപ്പ മരിച്ചപ്പോ നാദാപുരത്ത് വന്നിട്ട് ബാപ്പാനെ ചീത്ത പറയാണ്. എങ്ങനെ ഇയാളുടെ ഇജ്തിഹാദ്? ഇയാൾ ഗവേഷണം ചെയ്ത് ഒപ്പിക്കുന്ന കാര്യം നോക്കി നിങ്ങൾ. ഞാൻ എൻ്റെ പിതാവിനെ ചീത്ത പറഞ്ഞോ? മാത്രല്ല സുഹൃത്തുക്കളെ, എൻ്റെ പിതാവ് യാസീൻ ഓതാൻ പോയിട്ടുണ്ട്, മൗലിദ് ചൊല്ലിയിട്ടുണ്ട്, ഞാനും കൂടെ പോയിട്ടുണ്ട്. അല്ലാന്ന് ഞാൻ പറയുന്ന നിങ്ങൾ വിചാരിച്ചത് പോയിട്ടുണ്ട്. ഇയാൾ ചോദിക്കാണ്, നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോന്ന്? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക് പ്രസംഗിക്കാൻ. അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും.
എന്താ നാട്ടുകാരുടെ മുമ്പിൽ വല്ല ഒളിയും മറയുണ്ട് എന്നാ വിചാരിച്ചത്? ഞാൻ നാട്ടിലും പ്രസംഗിക്കും, എവിടെയും പ്രസംഗിക്കും. ഈ സത്യം എല്ലാവർക്കും അറിയാവുന്നവർ വാങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെന്നും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് വന്നു. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഹജ്ജിന് കൊണ്ടുപോയി, മക്കയിൽ കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിച്ച് എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചതിൻ്റെ ശേഷം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ ബഖീ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പലതിനെ പറ്റിയും ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എൻ്റെ പിതാവിനോട് വിശദീകരിച്ചു കൊടുത്തു, എന്താണ് തൗഹീദ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തപ്പോ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഹജ്ജിന് ശേഷം പിന്നീട് നാളുകൾക്ക് ശേഷം എല്ലാ രൂപത്തിലുള്ള ഈ അനാചാരങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവസാനം തൗഹീദിന്റെ വക്താവായി കൊണ്ടാണ് വഫാത്തായി പോയിട്ടുള്ളത് എന്ന കാര്യവും കൂടി സന്തോഷത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും അപാകതകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. SSLC തോറ്റു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞു പറ്റിച്ച പടുജാഹില് നിങ്ങളോട് ഈ വർത്താനം പറഞ്ഞില്ലേ? പേരോടെ അത് പറഞ്ഞില്ലേ? അയാൾ നിങ്ങളോട് ഇത് പറഞ്ഞപ്പോ അയാൾ നിങ്ങളോട് ഇതും പറയേണ്ടതായിരുന്നു. അയാളെ ബാപ്പ അവസാനം മുജാഹിദ് പള്ളിയിൽ ജുമാക്കൊക്കെ പോയിരുന്നു. അങ്ങനെ മുജാഹിദ് പള്ളിയിലെ ജുമാക്ക് പങ്കെടുത്തിരുന്നില്ലേ? അങ്ങനെയാണ് വഫാത്തായി പോയത് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? അന്ത്രു പറഞ്ഞു തന്നിരുന്നില്ലേ? അത് പറഞ്ഞില്ലല്ലേ? അത് പറഞ്ഞില്ല. അപ്പൊ നാട്ടിലെ ആ പടുജാഹില്, എന്റെ നാട്ടിലെ എല്ലാ ആളുകളെ സ്വഭാവം ഞാൻ പറഞ്ഞു. അവരെന്നെ തെറി പറയുന്നവരോ ചീത്ത പറയുന്നവരോ അല്ല, അവര് മാന്യന്മാരാണ്, നുണ പറയുന്നവരല്ല. പക്ഷെ ഏതോ ഒരു പടുജാഹില്, ആ ജാഹില് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചില്ലേ? നിങ്ങൾ അതിൽ വീണില്ലേ? അപ്പൊ ഇക്കാര്യം അയാൾ നിങ്ങളോട് പറഞ്ഞു തന്നില്ല അല്ലേ? ഇതാ പറയുന്നത്, കാര്യം പറയുമ്പോൾ മനസ്സിലാക്കണമെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ബാപ്പാനെ ചീത്ത പറഞ്ഞിട്ടില്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു മുസ്ലിം എങ്ങനെ അത് പറയുമോ? അൽ ബിർറു ലിൽ അബവൈനി ഖൈറുസ്സാദി ഫി യൗമി ഫസ്ലില്ലാഹി ബൈന ഇബാദി അശ്ശുക്റു ലിൽ അബവൈനി നൗഉ ഇബാദത്തിൻ വമുതമ്മിമുൻ ശുക്റൽ ഇലാഹിൽ ഹാദി മൻ യസ്ഖത്തിൽ അബവൈനി ഔ യൻഹറുഹുമാ ഫജസാഉഹു തഖ്രീനു ഫിൽ അസ്ഫ. മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കൽ, അവരോട് നന്മ ചെയ്യൽ പരലോകത്ത് വിചാരണ നടക്കുന്ന നാളിലേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടല്ലേ? മാതാപിതാക്കളോട് ശുക്ർ കാണിക്കുന്നത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്. പരലോകത്ത് വെച്ച് അല്ലാഹുവിങ്കൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, മൻയസ്ഖത്തിൽ അബവൈനി ഔ യൻഹറുഹുമാ ഫജസാഉഹു തഖ്രീനു ഫിൽ അസ്ഫാദി. മാതാപിതാക്കളോട് വെറുപ്പ് കാണിക്കുന്നവൻ, അവരെ വിരട്ടിയോടിക്കുന്നവൻ, അവന് പരലോകത്ത് ചങ്ങലക്കിടുമല്ലോ. അവന് നരകത്തിലേക്കല്ലേ വലിച്ചു കൊണ്ടുപോകപ്പെടുന്നത്. ഈ നിലക്ക് തന്നെയുമല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, നിങ്ങളൊരാളുടെ ബാപ്പാനെ ചീത്ത പറയരുത് എന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഇതിൽ ദേഷ്യം കൊണ്ടിട്ട് ഞാൻ നിങ്ങളെ ബാപ്പാനെ പറയാൻ എൻ്റെ സംസ്കാരം സമ്മതിക്കൂല. നിങ്ങളുടെ പിതാവ് ആ പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാൻ കഴിയൂല. ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിയോ മറ്റ് കാര്യങ്ങളോ അന്വേഷിച്ചാൽ എനിക്ക് കിട്ടായികയില്ല. നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ പിതാവിൻ്റെ മക്കളുടെ എല്ലാ പേരും അന്വേഷിച്ചാൽ വേണമെങ്കിൽ എനിക്ക് കിട്ടും. പക്ഷേ എനിക്ക് ഓരോരുത്തർക്ക് എത്ര മക്കളുണ്ട്, അവരുടെ പേരെന്തൊക്കെയെന്ന് അന്വേഷിച്ച് നടക്കലല്ല എനിക്ക് പണി. അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചിട്ടില്ല. അതേ അവസരത്തിൽ നിങ്ങളതൊക്കെ അന്വേഷിച്ചല്ലോ അല്ലേ? ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ, അന്വേഷണ കമ്മീഷനെ വെക്കാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് തോറ്റു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞല്ലോ. എന്നാൽ ഞാനതിന് സമ്മതിക്കുന്നില്ല, എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത് കേട്ടോളൂ സുഹൃത്തുക്കളെ, ഈ ഒരൊറ്റ കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈഹി ഖാലൂ യാ റസൂലല്ലാഹ് വഹൽ യസ്തിമുർ റജുലു വാലിദൈഹി ഖാല നഅം യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. മിനൽ കബായിരി, വൻദോഷങ്ങളിൽ പെട്ടതാണ്. ശത്മുർ റജുലി വാലിദൈഹി, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കൽ കബായിരിൽ പെട്ടതാണ്, വൻദോഷങ്ങളിൽ പെട്ടതാണ്. ഖാലൂ, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വഹൽ യസ്തിമുർ റജുലു വാലിദൈഹി, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുമോ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ. എന്നിട്ട് റസൂല് വിവരിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് ആ പണി. ഒരാൾ സ്വന്തം ബാപ്പനെയും ഉമ്മനെയും ചീത്ത പറയൽ എങ്ങനെയാണ്? യസുബ്ബു അബർ റജുലി,
മറ്റൊരാളുടെ വാപ്പനെ ചീത്ത പറയുന്നു, ഫയസുബ്ബു അബാഹു, അയാൾ ഇയാളെ വാപ്പയെയും അക്കാരണത്താൽ ചീത്ത വിളിക്കുന്നു. വയസുബ്ബു ഉമ്മഹു, മറ്റൊരാളുടെ ഉമ്മയെ ചീത്ത വിളിക്കുന്നു, അപ്പൊ സ്വന്തം ഉമ്മയെയും ചീത്ത വിളിക്കുന്നു എന്ന രൂപത്തിലായില്ലേ? ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എൻ്റെ ബാപ്പാനെ ഞാൻ ചീത്ത പറഞ്ഞു എന്നതിന് കാരണമായി അദ്ദേഹം എൻ്റെ പേരിൽ ആക്ഷേപിച്ചത് ഇതാണ് എന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ബാപ്പയെ ചീത്ത പറഞ്ഞു എന്നതിന് തെളിവ് അദ്ദേഹം കാണിച്ചതെന്താ, ശ്രദ്ധിച്ചോളൂ. അപ്പൊ യാസീനോദിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നത് ആരെ സംബന്ധിച്ചാണ്? വമീർ മടങ്ങുന്നത് കബറിലേക്കാ. ആരെ കബറില്? ഹുസൈൻ സലഫിന്റെ കബറില്. കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ കബറിൽ കാരണം വാപ്പനെ പറഞ്ഞു നാളെ. ഒരു മിനിറ്റ് കേട്ടോ, മൂപ്പര് ഉരുളാണ്. ആദ്യം പറഞ്ഞ് അപ്പോ ലമീർ മടങ്ങുന്നത്, യാസീനോദിയിട്ട് പൈസ വാങ്ങി എന്നുള്ള ലമീർ മടങ്ങുന്നത് ഖബറിലേക്കാണ്. ആരുടെ ഖബറിലേക്ക്? ഹുസൈൻ സലഫിയുടെ ഖബറിലേക്കാണ് എന്നാണ് വായിൽ വന്നുപോയി. അപ്പൊ ബാക്കിൽ നിന്ന് ആളുകൾ തിരുത്തി കൊടുത്തു, ഹുസൈൻ സലഫിയുടെ ഖബറിലേക്കല്ല, അയാൾ ഷാർജയിലുണ്ടേ, അയാൾ ഇവിടെ നിന്ന് മരിച്ചിട്ടില്ല, അയാളെ ബാപ്പന്റെ ഖബറിലേക്ക് എന്നാ പറയേണ്ടത്. അപ്പൊ മൂപ്പരൊരു ഉരുളല് എന്ത്, അത് ഹുസൈൻ സലഫിന്റെ ബാപ്പന്റെ ഖബറിലേക്ക് എന്നാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ ബാപ്പന്റെ ഖബറിലേക്ക് എന്ന് പറഞ്ഞാൽ ബാപ്പന് ചീത്ത പറയലാവെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഹുസൈൻ സലഫിയുടെ ഖബറിലേക്കാണ്. ഞാൻ ഖബറിലെത്തിയണോ? പൂതി ഉണ്ടാവും നിങ്ങൾക്ക് ഞാൻ ഖബറിൽ എത്തണപ്പോന്ന്, അല്ലേ? അങ്ങനെ ഉണ്ടാവും. ഉപ്പ എത്തിയിട്ടില്ല. അള്ളാഹു ഈമാനോടുകൂടി ഖബറിൽ എത്തിക്കുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുന്നത്. കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. ഇനി നോക്കൂ, നിങ്ങൾ എന്താ പറയുന്നത്? ഹുസൈൻ സലഫിന്റെ ഖബറിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ എന്ത് പറയും? ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ ഖബറിൽ എന്ന് പറയും, ബാപ്പനെ പറഞ്ഞു എന്ന് പറയൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബാപ്പനെ ഒഴിവാക്കി ഹുസൈൻ സലഫിന്റെ ഖബറിൽ എന്ന് പറയും. കാരണം അതിന്റെ ദോഷം ബാപ്പ എല്ലാം അനുഭവിക്കുക, ഇയാളെ അനുഭവിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒക്കെ അനാചാരം. മോലിയന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. അപ്പോ എന്താണ്? കച്ചവടക്കാർ പാടില്ലേ, മറ്റൊരു പാടില്ലേ, മറ്റൊരു പാടില്ലേ, പിന്നെന്താ വേണ്ടേ? അസീനത്ത് വേണേ, നമ്മളെ പോക്കറ്റിക്ക്, മറ്റേത് വേണേ നമ്മളെ പോക്കറ്റ്. മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം, കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. അപ്പൊ കണ്ടോ, സ്വന്തം ബാപ്പനെ പറഞ്ഞാണ്. ബാപ്പനെ ചീത്ത പറഞ്ഞു എന്നുള്ള പച്ചക്കള്ളം ഒന്നും കേൾപ്പിക്ക്. ഇയാളുടെ പച്ചക്കള്ളം ഒന്ന് ജനങ്ങൾ കേൾക്കട്ടെ. പച്ചക്കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്താ ഇതിൽ പറഞ്ഞത്? ബാപ്പനെ ചീത്ത പറഞ്ഞു. അത് ഏറ്റവും വലിയ പെരുങ്കള്ളാണ് പറഞ്ഞത്. ഞാനത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വിടേക്കേണ്ടതില്ല. വിഷയങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പറഞ്ഞതെന്താണ്? ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ്, അല്ലേ? ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങുന്നതിന് ഇയാൾ ഇവിടെ തെളിവ് പറഞ്ഞു. എന്ത്? റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഒരു വിഭാഗം സഹാബിമാർ ഒരു പ്രദേശത്തേക്ക് ചെന്നു. അവിടെ പോയപ്പോ ആ നാട്ടുകാർ അവരെ സ്വീകരിച്ചില്ല, അവരെ അതിഥി മര്യാദ പോലും പാലിച്ചില്ല. അങ്ങനെ ആ സഹാബിമാര് ആ സ്ഥലത്ത് നിന്ന് മടങ്ങുമ്പോൾ അതാ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യന് വിഷം ബാധിച്ചു. വിഷം ബാധിച്ചപ്പോ അവർ ഈ വന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രം അറിയുന്നവരുണ്ടോ? അപ്പൊ സഹാബിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് മന്ത്രമൊക്കെ അറിയാം, മന്ത്രിച്ച് തരാം, വിഷത്തിന് ഞങ്ങൾ മന്ത്രിക്കാം, പക്ഷേ വെറുതെ പറ്റൂല, നിങ്ങൾ ഞങ്ങളെ അനാദരിച്ചവരാണ്, അതുകൊണ്ട് കൂലി വേണം എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കൂലി തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കൂലി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആടിനെ പ്രതിഫലമായി നിശ്ചയിച്ചു. അവരും ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ആ രോഗം സുഖപ്പെട്ടു. അങ്ങനെ അവർക്ക് ആട്ടിനെ കിട്ടി. അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് വിവരം പറഞ്ഞു. നബിക്കും അതിൽ നിന്നൊരു ഓഹരി നൽകി. നബി ചോദിച്ചു വാങ്ങി എന്ന ഒരു സംഭവം ഇവിടെ പറയുകയുണ്ടായി. അതിലാർക്കും ഒരു തർക്കമല്ല. മന്ത്രം അവിടുന്ന് നടത്തി. അവിടുന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂലിയും വാങ്ങി. അതിവിടുത്തെ വിഷയമല്ല, അത് വേറെ വിഷയമാണ്. മന്ത്രത്തിന് നമ്മൾ എതിരല്ല. അങ്ങനെ ഒരു മന്ത്രം എന്ന ഒരു ചികിത്സയുടെ പേരിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹദിയ ഒരാൾ കൊടുത്താൽ വാങ്ങുന്നതും തെറ്റല്ല. നമ്മളിവിടെ അത് പറഞ്ഞിട്ടില്ല. അട്ടിമറിക്കുകയാണ് വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? ജാറത്തിങ്കൽ നടക്കുന്ന ഈ അവിടെയുള്ള നിങ്ങളുടെ അനാചാരങ്ങൾ, ആ കൂട്ടത്തിൽ അവിടെ മുസ്ലിയാക്കന്മാർ യാസീൻ ഓരുന്നു, കാശ് വാങ്ങുന്നു. ഇതിന് നിങ്ങൾക്ക് എന്താ തെളിവ്? അല്ലാഹുവിൻ്റെ റസൂലിന്റെ കാലത്ത് സ്വഹാബത്ത് അങ്ങനെ ഓതി കൂലി വാങ്ങിയോ? അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്. അങ്ങനെ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഖബറിങ്ങൽ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. മാത്രമല്ല, ഈ മന്ത്രത്തിന്റെ ഹദീസിൽ പറഞ്ഞ ആ ഒരു സംഭവത്തെ തെളിവെടുത്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ സഹാബിമാര് ഇവിടെ മന്ത്രിച്ചു കൊടുക്കുന്നതാണ് കൂലി ഇത്രയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂലി നിശ്ചയിച്ചുകൊണ്ട് അതൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ടുമില്ല. റസൂലുള്ളാഹിയുടെ സഹാബത്ത് അങ്ങനെ ഒരു ബിസിനസ്സും നടത്തിയിട്ടില്ല. അതേ അവസരത്തിൽ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമുണ്ട്. അതിവിടെ നിഷേധിക്കുന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം മറിച്ചാണ്.
എന്താണ്? ഖുർആൻ ഓതുക എന്ന ഒരു തൊഴിൽ സ്വീകരിച്ചുകൊണ്ട് ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേൾക്കണ്ടേ? മൻ ഖറഅൽ ഖുർആൻ ഫൽയസ്അലില്ലാഹ ബിഹി ഫഇന്നഹു സയജീഉ അഖ്വാമുൻ യഖറഊനൽ ഖുർആന യസ്അലൂന ബിഹിന്നാസ്. മൻ ഖറഅൽ ഖുർആന, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ ഫൽയസ്അലില്ലാഹ ബിഹി, അത് മുഖേന അല്ലാഹുവിനോട് ചോദിക്കട്ടെ. നമ്മൾ ഖുർആൻ ഓതുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം മോഹിച്ചിട്ടാണ്. ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം ആശിക്കേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. ഫഇന്നഹു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇങ്ങനെ പറയാൻ റസൂൽ ഒരു കാരണം, ഒരു മുന്നറിയിപ്പ് നടത്തുന്നു. ഫഇന്നഹു സയജീഉ അഖ്വാമുൻ, ചില ആളുകൾ പിൽക്കാലത്ത് വരുന്നതാണ്. എന്താ അവരുടെ ലക്ഷണം, സ്വഭാവം? യഖറഊനൽ ഖുർആന, അവർ ഖുർആൻ പാരായണം ചെയ്യും. എന്നിട്ട് യസ്അലൂന ബിഹിന്നാസ്, അതുകൊണ്ട് ആളുകളോട് ചോദിക്കുകയും ചെയ്യും. ഖുർആൻ ഓതിയിട്ട് ആളുകളോട് കൂലി ചോദിക്കുന്ന ഒരു ഖൗമ് വരാനുണ്ട് എന്ന മുന്നറിയിപ്പ് അല്ലാഹുവിന്റെ റസൂല് നടത്തിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അതൊരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നടത്തുന്ന ഒരു സമ്പ്രദായം. അപ്പൊ പറയും, നിങ്ങളെ വാപ്പ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്തിട്ടില്ലേന്ന്. തെറ്റാണ് മാറിയപ്പോ മനസ്സിലാക്കിയപ്പോ മാറിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, അതിലേക്കാ ക്ഷണിക്കുന്നത്, അത് മനസ്സിലാക്കി തരാനായി പറയുന്നത്. ഖുർആൻ അങ്ങനെ ഓതാനുള്ളതല്ല, അത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി സുഹൃത്തുക്കളെ, ഞാൻ ഇനിയും പല കാര്യങ്ങളും വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നാളെ നേരത്തെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ കാര്യങ്ങളെ, എല്ലാ സ്വഭാവങ്ങളെയും നല്ല നിലക്ക് തന്നെ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ എല്ലാ സുഖങ്ങളിൽ നിന്നും അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അവിടുത്തെ ചര്യകളെ ഇത്തിബാഴ് ചെയ്യുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم ربنا وبحمدك، سبحانك اللهم ربنا وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.